നാലാമത്തെ തിരുവെടുത്താണല്ലോ. ഒരിക്കൽ കൂടി ആ തിരുവെടുത്ത് വായിച്ച് സഹായിച്ചാട്ടെ. ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. സർവവും ചമച്ചവൻ ദൈവം തന്നെ. സർവവും ചമച്ചവൻ ദൈവം തന്നെ. നമ്മുടെ കരവും ശബ്ദവും ഉയർത്തി ഒരിക്കൽ കൂടി ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരിക്കൽ കൂടി ദൈവത്തെ സ്തുതിച്ചാട്ടെ. പാരിനിൽ പാതകി ആമനിക്കായി നീ പാരിനിൽ പാതകി ആമനിൽ പാരിനിൽ പാതകി ആമനിക്കായി നീ പാരിനിൽ പാതകി ആമനിക്കായി നീ പരമാം അവനം അതിനെ വെടിഞ്ഞ പരമാ ഭവനം അതിനെ കരുണയോടു പൊഴുതറിവതിൽ ഇടരറുവതിൽ അരുളിന കരുണയോടു പൊഴുതറിവതിൽ ഇടരറു അരുളിന കാരണമതു തവ ചരണമ മമ ചരണമ തവ പരണമി പരമ കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ. എനിക്ക് വേറൊരു സഹോദരിയും കൊണ്ട് പാടുന്ന പോലെ വന്നു. നാദ നിന്നാവിയൻ നാവിൽ വന്നാകയാൽ നാദ നിൻ ആവിയൻ നാവിൽ വന്നാകയാൽ നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നവമായി ഉദിക്കും സ്തുതികൾ ധ്വനിക്കും നല്ല മൊടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ നല്ല മൊടക മുറ ചെയ്തിടും മമ ചെയ്തിടും നിൻ കൃപ കലിത സുഗമിക മരുവിടും സ്തവമുരുവിടും ദയ പെരുകിടും ഒരു പരമ കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ ഓ പരമ കരുണ രസരാശേ. അനുഗ്രഹപ്രദമായ ഈ നല്ല രാത്രിക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇന്ന് രാത്രി എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈ സഭയോട് ബന്ധപ്പെട്ട് പട്ടിക്കാട് 2 ദിവസത്തെ കൺവെൻഷനിൽ ശുശ്രൂഷിപ്പാൻ ദൈവം കൃപ നൽകി. മാന്യ കർത്തൃദാസന്മാരെയും സഭയെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഇങ്ങനൊരു അവസരം ഈ സ്ഥലത്ത് ദൈവത്താൽ ഒരുക്കപ്പെട്ടത് ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഉച്ചവരെയും ആരും വിളിക്കാതിരുന്നപ്പോൾ ഞാനോടത്തിന് കൺവെൻഷൻ ഇല്ലായിരിക്കുമെന്ന്. സാധാരണ കൺവെൻഷന് ഡേറ്റ് പറയുന്ന ഒരു തലേന്നോ രാവിലെയൊക്കെ ഒന്ന് വിളിക്കുക പതിവാപ്പ്. ഇവിടുന്ന് വിളി വന്നില്ല. അപ്പോൾ ഓർത്ത് തന്നെ കൺവെൻഷൻ കാണുകയല്ലോ. പിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ച് ചോദിച്ചു കൺവെൻഷൻ ഉണ്ടോ എന്ന്. അപ്പം പറഞ്ഞു കൺവെൻഷൻ അതാ കൺവെൻഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ഞാനും പറഞ്ഞതാ ചില താമസെന്നേ ഉള്ളു. അപ്പം അങ്ങനെ പ്രാർത്ഥനയോടെ വരുവാൻ ദൈവം കൃപ നൽകി. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അല്പം വൈകി പോയതിൽ സദയം ക്ഷമിക്കണം. നിങ്ങളുടെ സമയം അധികം കവർന്നെടുക്കത്തില്ല. ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിക്കാം. ഞാൻ വണ്ടിക്കകത്തിരുന്ന് വളരെ ഭാരപ്പെട്ടാണ് വന്നത്. സമയം പോയല്ലോ എന്നുള്ള വലിയ മനോഭാരത്തോടാണ് വന്നത്. സഹോദരന്മാരോട് ഞാൻ അല്പം പരുഷമായിട്ടങ്ങ് ഇടപെട്ടു. ദൈവത്തിൻ്റെ മഹത്വം. കാരണം നിങ്ങൾ 5 മണിക്കും 5:30ക്കും ഒക്കെ വന്നവരിവിടെ ഉണ്ട്. അപ്പം പിന്നെ അത് ദീർഘമായി പോയാൽ അത് പല ബുദ്ധിമുട്ടുകളുണ്ട്.
എങ്കിലും ദൈവം ഈ സമയത്ത് കൊണ്ടുവന്നു. അതിനായി ദൈവത്തിൻ്റെ മഹത്വം. ദീർഘമായിട്ട് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. വായിച്ച തിരുവെടുത്ത് ഒരിക്കൽ കൂടി വായിച്ച് സഹായിക്കണം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഒരാൾ വേണം. സർവവും ചമച്ചവൻ സർവവും ചമച്ചവൻ ദൈവം തന്നെ. ദൈവം തന്നെ. വളരെ പരിചിതമായ ഒരു തിരുവെടുത്താണ്. എബ്രായ ലേഖനം നമുക്കറിയാം, ലേഖനങ്ങളുടെ കൂട്ടത്തിൽ ഈടുറ്റ ലേഖനമാണ്. ഇതിലെ പ്രതിപാദ്യ വിഷയം ഏറെ നല്ലത്. പ്രതിപാദ്യ പുരുഷൻ കർത്താവായ യേശു, എല്ലാവരിലും ശ്രേഷ്ഠനാകുന്ന യേശു ക്രിസ്തു. അവിടുന്ന് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ, അപ്പോസ്തോലന്മാരെക്കാൾ ശ്രേഷ്ഠൻ, സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠൻ, മോശയിലും ശ്രേഷ്ഠൻ. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠതയാണ് ഓരോ അധ്യായത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആട്ടെ, ആ ഭാഗത്തേക്കൊന്നും പോകുന്നില്ല. നമുക്കറിയാം, ഇന്ന് രാത്രി ആ ശ്രേഷ്ഠനാകുന്ന കർത്താവാകുന്ന ക്രിസ്തു നമ്മുടെ നടുവിലുണ്ട്. ദൈവത്തിന് മഹത്വം. കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം, അത് യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമം. ഇന്ന് രാത്രിയിലും ആ കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി, ചുട്ടുപഴിപ്പിച്ച വെള്ളോടിന് സദൃശമുള്ള പാദമുള്ളവനായി, 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ച് നിലവിളക്കയുടെ നടുവിൽ നിലയങ്ക ധരിച്ച് നടകൊള്ളുന്ന നസറായൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിലുണ്ട്. ആ കർത്താവിൻ്റെ മഹനീയ സാന്നിധ്യം ഓർത്ത് വീണ്ടും ദൈവത്തെ സ്തുതിക്കുന്നു. അതെ, ഇവിടെ 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ എബ്രായ ലേഖനം ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണമെന്ന്. അപ്പോൾ ആ വാക്യത്തിൻ്റെ വേറൊരു നിലയിൽ ചിന്തിച്ചാൽ പല ഭവനം ഉണ്ടെന്നുള്ളതാ അതിൻ്റെ വേറൊരു ആശയം. ഏത് ഭവനവും, പല ഭവനമുണ്ട്. ഇന്ന് രാത്രി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ഭവനങ്ങളെ പറ്റി നമുക്ക് ഒന്ന് ചിന്തിക്കാം. നിങ്ങളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കുന്നത് ഭവനപ്രതിഷ്ഠയാണോ എന്ന്. അല്ല, കൺവെൻഷന. എന്നാൽ ദൈവവചനത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നമുക്ക് ശാന്തമായിട്ട് ചിന്തിക്കാം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ശ്രദ്ധിക്കുക, ഈ തിരുവെടുത്ത് നാം പഠിക്കുമ്പോൾ, ഇത് ധ്യാനിക്കുമ്പോൾ, മനസ്സിലാക്കുമ്പോൾ വിവിധ ഭവനങ്ങളെ പറ്റി തിരുവെടുത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഒന്നാമത്തെ ഒരു ഭവനം ഈ വേദപുസ്തകത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ഈ ശരീരം ഒരു ഭവനമാണ്. അതാ കൂടാരമായ ഭൗമഭവനം. ഇതൊരു ഭവനമാണ്, ഇതൊരു വീടാണ്. ഈ ഭവനം കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. അങ്ങനെ ആ കൊച്ചിലെ നമ്മളെ പഠിപ്പിച്ചത്. പള്ളിക്കൂടത്തിൽ പോയ സമയത്ത് പാഠപുസ്തകത്തിലെ കുരങ്ങിൻ്റെ പടം വെച്ചാണ് നമ്മളെ പഠിപ്പിച്ചത്. ഒരു കുഞ്ഞിക്കുരങ്ങ്, പിന്നെ ഒരു കൂനിക്കുരങ്ങ്, പിന്നെ ഇച്ചിരി കൂടെ കൂന് നിവർന്നൊരു കുരങ്ങ്, പിന്നെ ഇച്ചിരി നിവർന്ന കുരങ്ങ്, പിന്നൊരു കുരങ്ങ്, പിന്നൊരു കുരങ്ങ്, പിന്നെ നെടുകെ നിവർന്ന കുരങ്ങ്, പിന്നെ ഇങ്ങനൊരു കുരങ്ങ്. അപ്പം എൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾക്കൊരു സന്തോഷം കൂടെ ആയിക്കോട്ടെ. അപ്പം ഇതാണ് അല്ലേ ജോസേ? അപ്പം ഇങ്ങനെ നമ്മളെ പഠിപ്പിച്ചത്. അല്ല, അത് പഠിക്കണമായിരുന്നു. അത് പഠിച്ചെങ്കിൽ അടുത്ത ക്ലാസ്സിലോട്ട് പിന്നെ ഒന്നും വിശ്വസിക്കുന്നില്ല, വേറെ ദിവസത്തിൽ അങ്ങനെല്ലാം പറഞ്ഞ് എഴുതി വെച്ചാൽ താരന്മാർ അംഗീകരിക്കുകയല്ല. അപ്പം അത് സ്കൂളിലെ പഠിത്തമാണ്. അത് പഠിച്ച് എഴുതിയേ ഒക്കൂ. നമ്മളെല്ലാം പഠിച്ച് എഴുതിയതാ. അത് ലോകത്തിൻ്റെ പഠിത്തമാണ്. എന്നാൽ ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ട് വന്നതല്ല. ഈ പുസ്തകം പഠിപ്പിക്കുന്നത് അതങ്ങനെ തന്നെ സർവജ്ഞനായ ദൈവമാണ് ഈ ഭവനം സൃഷ്ടിച്ചത്. സ്തോത്രം, ദൈവം സൃഷ്ടിച്ചതാണ്. എന്നാൽ ചിലയിടങ്ങളിൽ യോഗത്തിനൊക്കെ ചെന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ആ യോഗത്തിനുള്ള ചിലരുടെ ഇരിപ്പ് കണ്ടാൽ ചിലപ്പോൾ എനിക്ക് തോന്നും ഡാർവിൻ പറഞ്ഞതാ ശരിയാ. ഞാൻ നോട്ടോ ഇരിപ്പും കാണുമ്പോൾ ഒരു സന്തോഷവും ഇല്ല, ചൈതന്യവും ഇല്ല. സ്തോത്രം, മരത്തേലിരിക്കുന്നില്ലെന്നേ ഉള്ളൂ, കസേരയിലാന്നേ ഉള്ളൂ. പക്ഷേ ചിലരുടെ ഇരിപ്പ് കാണുമ്പോൾ, എല്ലാവരുടെയും കാര്യമല്ല, ചിലരുടെ ഇരിപ്പ് കാണുമ്പം പുള്ളി പറഞ്ഞതാ. അതിന് മലയാളത്തിൽ ഉൾപ്രേക്ഷ എന്ന് പറയും. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ
അത് താനല്ലയോ ഇത്. അതാ ഡാർവിൻ പറഞ്ഞത് തന്നെയാ. മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക. ആരാണ്ട് ഇവിടെ പറഞ്ഞു ചൊല്ലിക്ക്. ആ ഭാഗം കൂടെ ചൊല്ലു. ഇത്രയും പിന്നെ ഇവിടുന്ന് പഠിച്ചു. ആട്ടാ ക്ലാസ്സിനെ ശ്രദ്ധിച്ചായിരുന്നു. ഉള്ളതാട്ടെ. അപ്പോൾ മറ്റൊന്നിൻ ധർമ്മയോഗത്താൽ അത് താനല്ലയോ ഇത് എന്ന് വർണ്ണ്യത്തിൽ ആശങ്ക ഉൽപ്രേക്ഷാഖ്യ അലങ്കൃതി. അങ്ങനെ പഠിച്ചത്. അപ്പൊ ചിലയിടങ്ങളിൽ ചെന്ന് ഇരിപ്പും നോട്ടമൊക്കെ കാണുമ്പം എനിക്ക് ഉൽപ്രേക്ഷ ഉണ്ടാകാറുണ്ട്. ഇവിടെ വന്നിട്ട് അങ്ങനെ വലിയ ഉൽപ്രേക്ഷയില്ല. നിങ്ങൾ വളരെ സന്തോഷത്തോടും വളരെ സഹകരണ മനോഭാവത്തോടും ദൈവത്തെ മഹത്വപ്പെടുത്തി പ്രസന്നവദനരായിട്ട് ഇരിക്കുന്നത് കൊണ്ട് എനിക്ക് ആ വിഷയത്തിൽ വലിയ ഉൽപ്രേക്ഷ ഇല്ല. വേറെ വിഷയത്തിൽ ഉൽപ്രേക്ഷയാക്കുകയും ചെയ്യരുത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ശരീരം ഇതൊരു ഭവനമാണ്. ഇത് കുരങ്ങ് രൂപാന്തരപ്പെട്ടു വന്നതല്ല. സർവജ്ഞനായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാം, നമുക്കറിയാം. അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ അറിവിനൊന്നുകൂടെ ആവർത്തിക്കുക. 5 ദിവസം കൊണ്ട് ഭൂചര ഖേചര വസ്തുക്കളെ മുഴുവൻ ദൈവം സൃഷ്ടിച്ചു. തദനന്തരം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. അപ്പൊ ഈ മണ്ണിൽ നിന്നാ നമ്മളെ സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് ഇപ്പോഴും മണ്ണിനോടല്ലേ താല്പര്യം. കാറേ പോവുകയാണെങ്കിലും നടന്നു പോവുകയാണെങ്കിലും എവിടെയെങ്കിലും നല്ല സ്ഥലം കണ്ടപ്പോൾ 10 സെന്റ് ഇവിടെ കിട്ടുകയായിരുന്നേ. ഓൾറെഡി ഇപ്പം 4-5 ഏക്കറുണ്ട്, എന്നാലും ആർത്തി തീരുന്നില്ല. 10 സെന്റ് കൊണ്ട് നല്ല സ്ഥലമാണെന്ന്, വെള്ളമുള്ള സ്ഥലമാണെന്ന് തോന്നി. പിന്നെ ആഗ്രഹമായി ഇതിനോടാ. മരിക്കാൻ കിടക്കുമ്പോഴും 10 സെന്റ് എഴുതിയെന്നൊന്ന് പറഞ്ഞ് കണ്ണൊന്നുകൂടെ തെളിയുന്ന കാണാം. ചിലപ്പോൾ 2 ദിവസം കൂടെ കഴിഞ്ഞ് പോകുള്ളൂ. അത് ഈ മണ്ണിനോട് അങ്ങ് പാട്ടൊക്കെ നമ്മൾ പാടും, മണ്ണെ പ്രതി പാടുന്ന. അപ്പോൾ മനുഷ്യന് ഭയങ്കര ആർത്തിയാ. ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ സൃഷ്ടിച്ചത്. അതിൽ മണ്ണിലുള്ള പല ചേരുവകളും നമ്മുടെ ശരീരത്തിലുണ്ടല്ലോ. പണ്ടൊക്കെ ആശുപത്രിക്ക്, ഇപ്പം പിന്നെ വേറെ രീതികളല്ല ചികിത്സാ സമ്പ്രദായം. പണ്ട് ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പം പനി അല്ലെങ്കിൽ അസ്വസ്ഥത ബുദ്ധിമുട്ടൊക്കെ ആകുമ്പോൾ ഡോക്ടർമാരെ സ്റ്റൂളെ ഇരുത്തും, അവരുടെ ടോർച്ച് കാണും, എന്നിട്ട് ഇങ്ങനെ നോക്കും, മുകളിലോട്ട് കണ്ണ് വാ വിളിക്കാൻ പറയും, ടോർച്ചൊക്കെ അടിച്ചു നോക്കും. അപ്പോൾ അവർ പറയുന്നതൊക്കെ കേട്ടിട്ടുണ്ട്, ചോദിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇരുമ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ടോണിക്ക് അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ മണ്ണിൽ നിന്നാണ് നമ്മളെ എടുത്തേക്കുന്നത്. അതുകൊണ്ടല്ലേ മണ്ണിനോട് പിന്നെയും താല്പര്യമാണ്. കടമെടുത്ത് പറയാം, നിങ്ങൾ കേട്ടിട്ടുള്ളതാ. സന്ദർഭം വന്നതുകൊണ്ട് ഒന്നുകൂടെ ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ. പി.ടി. മാസ്റ്ററോട് ആരോ ഒരിക്കൽ ചോദിച്ചു, നിങ്ങൾ ഈ പെന്തിക്കോസുകാർ മേപ്പോട്ടിങ്കിപ്പോട്ടി ചാടുന്ന എന്തിനാന്ന്. അപ്പം അദ്ദേഹം സരസമായി മറുപടി പറഞ്ഞെന്നാ പറയുന്നത്. അതിൻ്റെ കാരണം പറഞ്ഞു, ഞങ്ങളുടെ ഉള്ളിലുള്ള ആത്മാവ് മേളിൽ നിന്ന് വന്നതാ, ദൈവം തന്നതാ. ഈ പുറമെയുള്ള ശരീരം മണ്ണിൽ നിന്ന് എടുത്തതാ. അപ്പം അകത്തെ പുള്ളിക്ക് മേപ്പോട്ട് പോകണം എന്നുള്ള ആഗ്രഹമാണ്. പുറത്തെ പുള്ളി വിടുകയിലെന്ന് പറഞ്ഞപ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടെ കടന്ന് തമ്പേരടി മൂക്കുമ്പോൾ ഇതുങ്ങൾ രണ്ടും കൂടെ കടന്ന് വടംവലിയ. ഏതാണ്ട് ശരിയാ. തമ്പേറ് നല്ല മുറുക്കി അടിക്കുമ്പം അകത്തെ പുള്ളിക്ക് പോണമെന്ന പുറത്തെ പുള്ളി വിടുകയില്ല. അതാ ഇതുങ്ങൾ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടുന്നെന്ന് പുള്ളി പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് പണ്ട് പുതുപ്പള്ളി പ്രസംഗിച്ചപ്പോൾ. അപ്പം എന്തുമാകട്ടെ, ഈ മണ്ണിനോട് ഭയങ്കര ആർത്തിയ. അതെ, നമ്മളെ മണ്ണ് കൊണ്ട് ദൈവം സൃഷ്ടിച്ചതാ. 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. എല്ലാം നല്ലതെന്ന് കണ്ടു. ഇങ്ങനെ സാറ് ഒരു പാട്ടിന്റെ വരി എഴുതിയിട്ടുണ്ട്. ചൊന്നുടൻ വാക്ക് മൂലമെന്ന് വനവിരവിൽ വർണ്ണ ജ്യോതിർഗണങ്ങൾ നിന്നു ആകാശത്തവ ഭിന്നവൻ നമുക്കതു തന്നു
ദീനാന്തരത്തിൽ പൂജരകേചര പക്ഷികളൊക്കെയുമായി തന്നെയും അല്ലാത്തോയ ചരങ്ങളും അപ്പൊഴുതേയുടനായി നേരെ മറിച്ച് നായകനേകിയൊരല്ലകളിൽ നിലയായി തന്നെയും അല്ലാ തൃണങ്ങൾ പല വൃക്ഷാധികരണങ്ങൾ വിത്തുണ്ടാകും മറ്റിനങ്ങൾ ഭൂമിയിൽ നിന്ന് വിളങ്ങിച്ചാൻ അവനെന്ന് വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ വെള്ളങ്ങളിൽ മീതിൽ വനങ്ങൾ അപ്പയ്ക്കെന്തായിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായ ദീനമാറി തുടസത്തിൽ വനങ്ങൾ അപ്പയ്ക്കെന്തായിട്ട് മൃഗങ്ങൾ നാട്ടിലെ മൃഗഗണങ്ങൾ ഇവയുണ്ടായ ദീനമാറി തുടസത്തിൽ ആറാം ദീനത്തിൽ ആത്മപാപം പ്രമാണമാക്കി നേരായി ചമച്ചതിൻ്റെ രൂപം അതിൻ്റെ ശേഷം നാരികെ ഉരുവാക്കി ദൈവം പരമവർക്ക് പൂജിത ഭാഗ്യ വിചിത്തമതാം ഒരു തോട്ടം ചമച്ച തിങ്കൽ പൂജിത ദുഃഖം ഇരുത്തിയവർക്കൊരു വാട്ടം ഭാര വിധം ദിവ്യോർജിതമൊന്നു കൊടുത്തിത് കൽപ്പന ശ്രേഷ്ഠം കനി പൂജിപ്പാനോ മരമായതിനിഷ്ടം മാറുത്തും മരണമെന്നൊരു നീക്കമില്ലതിന് കരുതണം നിങ്ങളും പരമൻ ചൊന്നവരോട് വരുമേ മരണമെന്നൊരു നീക്കമില്ലതി കരുതണം നിങ്ങളെന്നു പരമൻ ചൊന്നവരോട് വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ പരമേശൻ താൻ വെള്ളങ്ങളിൽ മീതിൽ വസിച്ചാൻ. അപ്പൊ ശ്രദ്ധിക്കുക, 5 ദിവസം കൊണ്ട് ഈ കാണുന്ന സകല ചരാചരങ്ങളെയും ദൈവം സൃഷ്ടിച്ചു. 6-ാമത്തെ ദിവസം സർവജ്ഞനായ ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മണ്ണുകൊണ്ട് മനുഷ്യനെ സൃഷ്ടിച്ചു. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി. ഞാൻ സാധാരണ മരണവീടുകളിലൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്കും അറിവുള്ള വാചകമാ. ഇസ്രായേലിൻ്റെ പ്രഥമ മഹാപുരോഹിതനാകുന്ന അഹരോൻ മരിച്ചപ്പോൾ അഹരോന്റെ നിര്യാണത്തോടുള്ള ബന്ധത്തിൽ ഇസ്രായേൽ ഭാരപ്പെട്ട് വിലപിച്ച സന്ദർഭത്തിൽ അഹരോന്റെ അനുജനാകുന്ന പടയനിയമത്തിന്റെ മധ്യസ്ഥനാകുന്ന മോശ പ്രാർത്ഥിച്ച വിലപ്പെട്ട പ്രാർത്ഥനയാണല്ലോ 90-ാം സങ്കീർത്തനം. ആ സങ്കീർത്തനത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ നമുക്കറിവുള്ള ഒരു പ്രധാനപ്പെട്ട വാക്യമാണ്, നീ അവരെ ഒഴുക്കിക്കളയുന്നു. അങ്ങനെ നീ അവരെ ഒഴുക്കിക്കളയുന്നു. എന്തൊഴുക്കി കളയുന്നു, എങ്ങോട്ടൊഴുക്കി കളയുന്നു, അത് വിസ്തരിക്കുന്നില്ല, നിങ്ങൾക്കറിയാം. ഇത് ഒരു പാത്രവും കൂടാ. ഈ ശരീരം ഇതൊരു പാത്രം, പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ, വേറെ പുസ്തകത്തിന്റെ വെളിച്ചത്തിൽ ഇതൊരു പാത്രമാണ്. മൺപാത്രം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പോൾ ഈ പാത്രത്തിൽ സർവജ്ഞനായ ദൈവം തൻ്റെ ആത്മാവിനെയും പ്രാണനെയും നിറച്ചിരിക്കുക. ഒഴുകിക്കളയുന്ന ദൈവത്തിൻ്റെ ടൈമായപ്പോൾ നിറച്ച ദൈവം ആ പ്രാണനെ ഈ പാത്രത്തിൽ നിന്ന് ഒഴുക്കി. നീ അവരെ ഒഴുക്കിക്കളയുന്നു. അവൾ ഈ പാത്രത്തിൽ നിന്ന് ആ പ്രാണനെ തന്ന ദൈവം പകർന്ന ദൈവം ഒഴുക്കി. പ്രാണനെ ആ ഒഴുക്കുന്നെന്നുള്ളതിന് ഒരു ചെറിയ തെളിവ് യെശയ്യാ പ്രവചനം 53-ാം അധ്യായത്തിൽ നമ്മൾ തിരുമേശ സന്ദർഭത്തിൽ തിരുവെടുത്ത് വായിക്കുന്ന സന്ദർഭത്തിൽ ഉണ്ടല്ലോ, പ്രാണനെ ഒഴുക്കിക്കളയുന്ന ആ വാക്യം എടുത്തവരൊന്ന് വായിക്കാമോ? 53-ന്റെ 11-12 അല്ലയോ പ്രാണനെ ഒഴുക്കിക്കളയുന്ന ഒരു പദം ഉണ്ടല്ലോ, കണ്ടോ പാസ്റ്റർ? അതുകൊണ്ട് ഞാൻ അവന് മഹാന്മാരോടുകൂടെ ഓഹരി കൊടുക്കും, ബലവാന്മാരോടുകൂടെ അവൻ കൊള്ള പങ്കിടും. അവൻ തന്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളകയും പ്രാണനെയാ ഒഴുക്കുന്നത്. അപ്പോൾ ഈ പാത്രത്തിൽ സർവജ്ഞനായ ദൈവം പകർന്നു. ആ പകർന്ന ദൈവത്തിന് അധികാരമുണ്ട്. അവിടുത്തെ സമയമായപ്പോൾ ഈ പാത്രത്തിൽ നിന്ന് ഇതങ്ങ് ഒഴുക്കി. ഇനിയും എങ്ങോട്ടാ ഒഴുക്കിയെന്ന് ചോദിച്ചാൽ, ഒഴുക്കിയെന്നൊക്കെ ഒരു പ്രയോഗ ശൈലിയാ. ഒഴുക്കിയത് എങ്ങോട്ട് എന്ന് ചോദിച്ചാൽ പർദീസായിലോട്ട്. രക്ഷിക്കപ്പെട്ട അബ്രഹാം പിതാവിൻ്റെ മടിയാകുന്ന പർദീസ അല്ല, അതിപ്പം തർക്കമുണ്ടാകും. സ്തോത്രം. സ്വർഗീയ പർദീസായിൽ
അതെ. അപ്പൊ ഇതൊരു പാത്രമാണ്. ഇത് സൃഷ്ടിച്ചത് സർവജ്ഞനായ ദൈവമാണ്. അപ്പോൾ മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തനിയായിരിക്കുന്ന ആദമിന് തക്ക തുണ കൊടുക്കാൻ വേണ്ടി സർവജ്ഞനായ ദൈവം ആദമിനെ ഒരു ഗാഠനിദ്ര, ദീർഘനിദ്ര വരുത്തി. അവന്റെ പാർശ്വഭാഗത്ത് നിന്ന് ഒരു വാരിയല് ദൈവം എടുത്തു. ഹവ്വായെ സൃഷ്ടിച്ച് സമീപഭാഗത്ത് നിർത്തി. ഗാഠനിദ്ര വരുത്തി, ദീർഘനിദ്ര, അങ്ങനെയൊക്കെയാ പ്രയോഗം. ചെറിയൊരുറക്കമായിരുന്നെങ്കിൽ കുഴപ്പടിയായേനെ. സ്തോത്രം. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. എന്തായാലും സമീപ ഭാഗത്ത് കൊണ്ട് നിർത്തി. ആദാം ഉറക്കമുണർന്നു. ആദാം ഹവ്വായെ കണ്ടു. ഈ സാറ് കൊടുത്തിരിക്കുന്ന ഒരു പ്രയോഗം, ഹവ്വായെ കണ്ട ആദാം അന്തം വിട്ടുപോയെന്ന. അന്തം വിട്ടത് പേടിച്ചന്തം വിട്ടതല്ല. ഹവ്വായിക്ക് ഭയങ്കര സൗന്ദര്യമായിരുന്നു. നമ്മൾ അന്തം വിടുന്നത് വെപ്രാളത്തോടെ അന്തം വിട്ടു. അയ്യോ, വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ പെമ്പള വരുന്നു, പിന്നെ വരുന്നു. നമ്മൾ കാണുമ്പോൾ അന്തം വിടുക. ആ അന്തം വിടിയിലല്ല ആദാം അന്തം വിട്ടത്. ആദാം അത്ഭുത ഭയപരവശനായി പോയത് സൗന്ദര്യത്തിന്റെ മൂർത്തിഭാവമായിരുന്നു ഹവ്വ. ഹവ്വയെ പറ്റി കൊടുത്തിരിക്കുന്ന പ്രയോഗശൈലി, കവിയുടെ ഭാവനയാ. നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്ന കേശഭംഗി, പിന്നെ മുഖാംബുജത്തിൽ ആശികൻ പോലെ കളിയാടുന്ന, പിന്നെ കണ്ണും ചുണ്ടും മൂക്കും എല്ലാം വളരെ ലക്ഷണമൊത്തതായിരുന്നു. കാരണം ദൈവത്തിന്റെ സൃഷ്ടിക്ക് യാതൊരു അപാകതയില്ല. അത് കൊടുത്തിരിക്കുന്ന പ്രയോഗം ഇങ്ങനെ: ഉറക്കമുണർന്നവൻ കണ്ണുകൾ മന്ദം മന്ദം തുറക്കും നേരം ഒരു ദിവ്യാം നാരീരത്നം തനിക്ക് മുമ്പിലായി നിൽക്കുന്നു. വിവാദത്തിൻ കനൽക്ക് നേർക്കായി കിഴക്കുതിച്ച ഭാനു പോലെ അപ്രതീക്ഷിതമായ കാഴ്ചയിൽ വിവശനായി ഇപ്രകാരം ആധമനുള്ളത്തിൽ ഉച്ചരിച്ചു: എന്ത് ഞാൻ കാണുന്നത് ചന്തമേറിയ കാഴ്ച, ഹന്ത മിന്നൽ ഈ ഭൂവിൽ പിണ്ടിതാകൃതിയായോ. മിന്നലെല്ലാം കൂടെ ഉരുണ്ടുകൂടി വന്ന് നിൽക്കുന്നത് പോലെ അങ്ങ് തോന്നുക. അത്രയ്ക്ക് സൗന്ദര്യമാണ്. നമുക്ക് കാണുമ്പോൾ ഒരു മിന്നല. ഒരാളിനോട് പറഞ്ഞു, എനിക്ക് പെട്ടെന്നൊരു മിന്നലുണ്ടായെന്ന്. അപ്പോൾ മിന്നൽ ഈ പിണ്ടിതാകൃതിയായോ, ചന്ദ്രനെ വെടിഞ്ഞിങ്ങി ചന്ദ്രിക വരാവതോ സാന്ദ്ര സൗഭാഗ്യം. എന്തൊരു നവസൃഷ്ടി, പുത്തൻ സൃഷ്ടി. വാനവ പരീക്ഷയിൽ എങ്ങാനുമാണോ വരിൽ ആനനാദികൾ കൽപ്പഭേദം ഓർത്ത് കണ്ടാൽ കേശഭംഗിയും നല്ല മുടി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ മിക്ക ഔവാമാരും മുടി കണ്ടിച്ച് നടക്കുക. തെറ്റിദ്ധാരണ വരരുത്, അതിന് ക്ലിയർ ആക്കാം. ചില അസുഖങ്ങൾ വന്ന് ചില മാന്യ സഹോദരിമാരുടെ മുടി പോയവരുണ്ട്. അവരുടെ കാര്യമല്ല ഈ പറയുന്നത്. അതുപോലെ തീരാ രോഗങ്ങൾ വന്ന് ചികിത്സകൾക്ക് വിധേയപ്പെട്ട് മുടി നഷ്ടപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. ദൈവം അവരെ വിടിവിക്കട്ടെ, സൗഖ്യമാക്കട്ടെ, ധാരാളം മുടി വീണ്ടും ദൈവം കൊടുക്കട്ടെ. എന്നാൽ ഒരു കുഴപ്പമില്ലാത്ത കുഞ്ഞുഞ്ഞമ്മ ഇതെല്ലാം കൂടെ വട്ടം കണ്ടിച്ച് നടക്കുന്നതാ ഞാൻ പറഞ്ഞത്. മനസ്സിലാകുന്നില്ലായിരിക്കും. ആട്ടെ. അപ്പോൾ ഹവ്വായിക്ക് ഇഷ്ടം പോലെ മുടി ഉണ്ടായിരുന്നു. ഇനി വേറെ പുസ്തകത്തിൽ വേറൊരു ഉപദേശം കൂടെ അങ്ങ് പറയാം. ചിലരെ ഈ മുടിയെല്ലാം അഴിച്ചിട്ട് നടക്കുന്നവരുണ്ട്. ശുശ്രൂഷയ്ക്ക് വരുമ്പോഴും മുടി അഴിച്ചിട്ട് നടക്കുന്നവരുണ്ട്. സംഗീത ശുശ്രൂഷയ്ക്ക് പോകുന്ന ചിലരെല്ലാം അഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് നടക്കും പോലെ നടക്കുക. അതിനിപ്പോൾ പാറി പറത്തിയെല്ലായിട്ട് അങ്ങനെ നടക്കും. അതിന് വേറെ പ്രയോഗമൊക്കെയാ പറഞ്ഞിങ്ങനെ എന്തുവാന്നോ അങ്ങനെ പറ. ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല, നിങ്ങൾ പരിജ്ഞാനമുള്ളവരുണ്ട്. അങ്ങനെ മുടി അഴിച്ചിട്ട് നടക്കാതിരിക്കുന്നതാ ദൈവമക്കൾക്ക് നല്ലത്. ലോകക്കാരുടെ കാര്യം പറയാൻ നമ്മൾ ആളല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശിയെടുത്ത് വേർപാട് പാലിച്ച് കൂട്ടായ്മയിൽ ആചരിക്കുന്ന മാന്യ സഹോദരിമാര് മുടി അഴിച്ചിട്ട് ഉള്ള മുടി അഴിച്ചിട്ട് നടക്കാതിരിക്കുന്നതാ നന്നും യോഗ്യതയും അല്ല. പുസ്തകത്തിലെ ക്രമം അതാ.
പിന്നീട് വീട്ടിൽ പോയി വായിച്ചു സംഖ്യ 5. എന്തിനാ മുടി അഴിച്ചിടുന്നെന്നും മുടി അടിച്ചിട്ട് വരേണ്ടത് എന്തിനാന്നും പരിശോധന എന്നാന്ന് സംഖ്യ 5 ഇപ്പം വായിക്കണ്ട മാമേ, വീട്ടിൽ പോയി വായിച്ചാൽ മതി. ആയിരുന്നു തപ്പുക. നേരത്തെ ഉണ്ടായിരുന്നില്ലേ 5 അധ്യായം. അപ്പൊ വിശേഷിച്ച് ഞാൻ പറയാനുണ്ട്, സംഗീത ശുശ്രൂഷയ്ക്കൊക്കെ വരുന്നവര് അതൊക്കെ വളരെ ശ്രദ്ധിക്കണം. സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കുന്ന സഹോദരിമാരും വളരെ ശ്രദ്ധിച്ചോണം. സഹായത്തിന് വരുന്നവരും വളരെ ശ്രദ്ധിച്ചോണം. നിങ്ങൾ പിന്നീട് വായിച്ചു സംഖ്യ 5 എന്തിനാ അഴിച്ചിടുന്നെന്നും അതിൻ്റെ കാര്യം എന്നാന്നും എന്തോ പരിശോധനയ്ക്കാന്നും അതെന്തോ സ്ഥിരീകരിക്കാനാന്നൊക്കെ പുസ്തകത്തിൽ വാക്യമുണ്ട്. സ്തോത്രം. നിങ്ങൾ ചിന്തിക്കുക ഇതൊക്കെ എന്തിനാ കൺവേർഷന് പറയുന്നത്? എനിക്കിപ്പോൾ നിങ്ങളെല്ലാവരും കൂടി ഇപ്പോഴല്ലേ കിട്ടി, എല്ലാ വീട്ടിലും എന്ന് പറയാൻ എനിക്കൊക്കെ പോകും. അപ്പൊ ശ്രദ്ധിക്കുക. എന്തായാലും കൊള്ളാം, കേശഭംഗി എന്ന ലക്ഷണമൊത്ത ഒരു സ്ത്രീ രൂപമായിരുന്നു ഹൗവ. കാരണം ദൈവം സൃഷ്ടിച്ചതാ, ഒരപാകതയില്ല. ഒരു കാര്യം പറയാം, ദൈവം എന്ത് ചെയ്താലും അതിനൊരു അപാകതയും വരികയില്ല, ഒരപാകതയും വരികയില്ല. മർക്കോസ് 7:37 വായിക്കുന്നത് നമുക്കറിയാം, നല്ല കൃത്യം വാക്യമാണ്. മർക്കോസ് 7:37, 8 നേരെ മുകളിൽ കിടപ്പുണ്ട്. വെട്ടമുണ്ടോ വായിക്കാൻ? വായിച്ചേ. 7:37, 8 നേരെ മുകളിൽ കിടപ്പുണ്ട്. അവൻ സകലവും നന്നായി ചെയ്തു. മതി, അത്ര മതിയല്ലോ. അവൻ സകലതും നന്നായി ചെയ്തു. ഇന്ന് രാത്രി നന്നായി ചെയ്യുന്ന കർത്താവ് നമ്മുടെ നടുവിലുണ്ട്. നിന്റെ വിഷയങ്ങളെല്ലാം നന്നായി ചെയ്തു തരുവാൻ യേശു വിശ്വസ്തനാ. നീ ഭാരപ്പെടുന്ന വിഷയങ്ങളെല്ലാം നന്നായി ചെയ്തു തരുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാ. അവൻ സകലതും നന്നായി എന്ത് ചെയ്താലും അതിന് അപാകതയില്ലെന്നുള്ളതാ. പണ്ട് കേട്ടിട്ടുള്ള കഥയാ, ഒരു കഥയാണേ. ഈ ഹൈന്ദവ പുരാണമൊക്കെ പഠിക്കുമ്പം സൃഷ്ടിക്കുന്നയാള് ബ്രഹ്മാവാന്ന, സൃഷ്ടി സ്ഥിതി സംഹാരം കഥയാന്നേ. അപ്പം ഒരു വ്യക്തി ഒരിക്കൽ ചെന്ന് ബ്രഹ്മാവിനോട് ചോദിച്ചെന്നാ പറയുന്നത്, ഇങ്ങേര് തന്നെ എല്ലാം അങ്ങ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുക, ഞങ്ങൾ കൂടെ അവസരം തരണം. താൻ തന്നെ എല്ലാം അങ്ങ് സൃഷ്ടിച്ചാൽ. അപ്പം പുള്ളി പറഞ്ഞു, നീ ചെയ്താ ഒക്കുകയില്ല, ഞങ്ങൾക്ക് അവസരം തരാതെ അങ്ങനെ ഒക്കുവോ ഇല്ലയോ എന്ന് തർക്കമായി കഴിഞ്ഞപ്പം അടുത്ത് നിന്ന സഹധർമ്മണി പറഞ്ഞ് അവനൊരു അവസരം കൊടുക്ക് എന്നും വന്ന് ചോദിക്കുകയല്ലേ. അപ്പോൾ പറഞ്ഞു, നീ എന്തേലും സൃഷ്ടിച്ചേച്ച് വരാൻ. ഇവൻ പെട്ടെന്ന് ചെന്ന് സൃഷ്ടിച്ചത് മത്തങ്ങ, ഇത്ര വലിപ്പമുള്ളൂ തണ്ടിന്, എങ്ങും കയറ്റി ഇടാൻ നോക്കുകയല്ല. ചുവട് വിടാം, ഇതോടി കാ എന്ന് കിടന്നത് അപ്പുറം ബേബിയുടെ പുരയിടത്തിലും. കാ പറിക്കാൻ ചെന്ന ബേബി കൊടുവാടിടേൻ്റെ അതിലേ കയറിയാൽ നിന്നെ വെട്ടു വന്നു. അവൻ തിരിച്ചു വന്ന് പറഞ്ഞ് അവൻ സമ്മതിക്കുന്നില്ല എൻ്റെ മത്തങ്ങ പറിക്കാൻ. അപ്പോൾ ചോദിച്ചു, ചുവടെവിടെ? ചുവട് നമ്മുടെ അവിടെ. കായവിടെ? കായ. എടാ, ഇതല്ലേ നിന്നോട് പറഞ്ഞ, നീ ചെയ്താ ഒക്കുകയില്ല, നീ പറഞ്ഞില്ലേ? എന്നെ പറഞ്ഞ് ആർക്കും തെറ്റുപറ്റാ ഒരവസരവും കൊടുത്താ. അതിനെ പുള്ളി പറഞ്ഞില്ലേ, തരത്തില്ല, നീ ചെയ്താൽ ശരിയാകുകയല്ല, പോ. അപ്പം പുള്ളിക്കാർ പറഞ്ഞ് അവനൊരവസരം കൂടെ കൊടുക്കുക. കഥയാന്നേ. അപ്പോൾ ഒരവസരം കൂടെ ഇവന് കൊടുത്തു. അവൻ ചെന്ന് സൃഷ്ടിച്ചതാ പറങ്ങാണ്ടി, പറങ്കിപ്പട. ഇവിടെ എന്തോ അതിന് പറയുന്നത്? കശുമാവ്. മാങ്ങായുടെ മാങ്ങാണ്ടി അതിനകത്താ. ഇതോ പുറത്താന്നേലും അതും കിടക്കാൻ തൂക്കാം ഉണ്ടോ? എന്തോ ഒരു എന്തോ ഒരു ബുദ്ധിമുട്ടാണ്. അപ്പം പുള്ളിക്കാര് പറഞ്ഞ്, നിന്നോട് ഇതാ പറഞ്ഞ, നീ ചെയ്താ ശരിയാകില്ല. കഥയാ, നമുക്ക് ആ വിഷയം വിട്ടേക്കാം. എന്നാൽ യേശു അങ്ങനല്ല. എന്തു ചെയ്താലും അത് മുഴുവൻ നന്നായി ചെയ്തവനാണ്. നക്ഷത്രങ്ങളെയെല്ലാം വാരി വെതറിയിട്ടിരിക്കുകയല്ലേ, കോടിക്കണക്കിന് നക്ഷത്രങ്ങളാ. 9 കോടിയോടും 30 ലക്ഷം മൈൽ അമ്പരക്കുമാർ അകലത്തിലാണ് അസ്കരൻ.
പ്രേക്ഷകരെണ്ണിയിട്ടുള്ള നക്ഷത്രം ആകമാനം സൂക്ഷ്മമായി 60 കോടി അന്നെണ്ണിയപ്പോൾ. ഇപ്പൊ പിന്നെ ഓരോന്ന് കണ്ടുപിടിക്കുക, ഇനിയും കണ്ടുപിടിക്കാനുള്ള കോടിക്കണക്കിന് ഇനിയും കിടക്കുക. ആരും കണ്ടുപിടിച്ചിട്ടില്ല. കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങളെല്ലാം കൂട്ടിമുട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരസാതെ അതെല്ലാം അതിൻ്റെ കൃത്യത്തിന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഒന്നൊന്നിനോട് കൂട്ടിമുട്ടുന്നില്ല, ഒരെതിരുമില്ല, ഒടക്കമില്ല. എന്ത് കൃത്യമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത്. നമ്മുടെ ദൈവം എത്ര ഭംഗിയിൽ അമ്പലത്തിൽ നിർമ്മല ഗോളങ്ങളെ സംസ്ഥാപിച്ചിരിക്കുന്ന എത്ര ഭംഗിയായിട്ടാ. ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. ആമേൻ, സ്തോത്രം. പകലിന് വാക്ക് പഠിക്കുന്ന ഭൂമി, രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. വാക്കുകളില്ല, ഭാഷണമില്ല, ആമേൻ, ശബ്ദം കേൾപ്പാനുമില്ല. അപ്പോൾ എത്ര ഭംഗിയായി, എത്ര നന്നായി ദൈവം സൃഷ്ടിച്ചു വച്ചിരിക്കുക. ദൈവത്തിന്റെ മഹത്വം. ദൈവത്തിന്റെ സൃഷ്ടി എല്ലാം മെച്ചപ്പെട്ടതാ. അവൻ സകലതും നന്നായി ചെയ്തു. കുഷ്ഠരോഗിയെ സൗഖ്യമാക്കി. ഒരു പരിവും കൂടെ മാറാനുണ്ട്. അങ്ങനെയാണോ? പൂർണ്ണ വിടുതല. സ്തോത്രം. പക്ഷപാതക്കാരന് പറഞ്ഞ് കിടക്കെടുത്ത് നടക്കണമെന്ന് പറഞ്ഞു. അവൻ ഒത്തിയും ചാടിയും പോയെന്നല്ല, കിടക്കെടുത്തോണ്ട് അവന് പായുകയായിരുന്നു. നമ്മുടെ രോഗശാന്തി പറഞ്ഞ് അവനെ കിടക്കെടുത്തോണ്ട് പിന്നെയും പതുക്കെ ഇച്ചിരൂടെ വിടുതൽ കിട്ടാനുണ്ട്. ഉടനെ നമ്മൾ പറയും അടുത്ത ഉപവാസ പ്രാർത്ഥന യേശു ചെയ്തത് മുഴുവൻ പൂർണ്ണ വിടുതല. സ്തോത്രം, സ്തോത്രം. നിലത്ത് തുപ്പി ചേറുണ്ടാക്കി അവൻ്റെ കണ്ണിൽ പൂശിച്ച് പറഞ്ഞ് ശിലാകുളത്ത് കൊണ്ട് കഴുകാൻ പറഞ്ഞു. കഴുകി അവന് കണ്ണ് കാഴ്ച കിട്ടി. എന്തോ പ്രശ്നമായിരുന്നു, ഭയങ്കര പ്രശ്നമാണ്. അവൻ കാഴ്ച കിട്ടി. അവൻ അടങ്ങിയൊന്നും നിന്നില്ല. അവൻ്റെ അമ്മയപ്പന്മാരെ വിളിച്ചു. പ്രശ്നങ്ങളായി. നാട്ടുകാരെ അഭിപ്രായം പറഞ്ഞു. എന്ത് വൈതരണി ഉണ്ടായി. പക്ഷെ അവന് പൂർണ്ണ വിടുതലായി യേശു കൊടുത്തത്. ഒരു കൂനിത്തള്ള വന്നു. സ്തോത്രം. യേശു പറഞ്ഞു നിന്റെ രോഗബന്ധനം അഴിച്ചിരിക്കുന്നു. എല്ലാം വടിക്കമ്പ് പോലെ അതള്ള തിരിച്ചു പോയത്. മനസ്സിലായോ? കർത്താവ് ചെയ്തതെല്ലാം നന്നായിട്ടാണ് ചെയ്ത്. ഇന്ന് രാത്രിയും അവിടുന്ന് മുഴുവൻ നന്നായി ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടുന്ന് ചെയ്താൽ അതിന് യാതൊരു അപാകതയില്ല. അല്പമാമുപകരണം കൊണ്ട് നൽപ്പഴും മകത്തായ വേലകൾ ചെയ്തും ശില്പികൾ കൂടയവനെ നീയേജിൽ പുരുഷൻ ചിരം തര നമസ്കാരം. മാനുവേൽ മനുജസുത നിന്റെ മാനമേറും തൃപ്പാദങ്ങൾ വണങ്ങി ഞങ്ങൾ മംഗളമോതിടും നീതാ നിത്യമഹിമയുണ്ടായിടട്ടെ നിനക്കുനാഥാ മാനുവേൽ മനുജസുത. അവിടുന്ന് ചെയ്താൽ എല്ലാം നന്നായി ചെയ്യും. ദൈവത്തിന്റെ മഹത്വം. എന്ത് ചെയ്താൽ അതെ. അപ്പോൾ ദൈവത്തിന്റെ സൃഷ്ടിയാണ് മനുഷ്യൻ. ആനമനെ സൃഷ്ടിച്ചു. തനിയെ ഇരിക്കുന്ന ആനമനെ തക്ക തുണകൊടുക്കാൻ വേണ്ടി ഹവ്വായെ സൃഷ്ടിച്ചു ദൈവം. തോട്ടത്തിലാക്കി. അതെ, ബാക്കി ഭാഗം ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പോൾ ഈ ശരീരം ഇത് ഒരു ഭവനമാണ്. ഇത് സർവജ്ഞനായ ദൈവം സൃഷ്ടിച്ചതാണ്. എന്തിനായി ഈ ശരീരം, ഈ ഭവനം ദൈവം ഈ ഭൂമിയിൽ ആക്കി വച്ചിരിക്കുന്നത്? ഈ ശരീരം കൊണ്ട് നാം ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. ഞാൻ എപ്പോഴും പറയും, ഇതിനകത്ത് വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒന്നും പാടില്ല. ശുചിത്വമുണ്ടായിരിക്കണം. ദിനചര്യകള് കൃത്യമായി ചെയ്യണം. അല്ലാത്ത ഏച്ചുകെട്ടും വെച്ചുകെട്ടും ഒന്നും ഇതിൽ പാടില്ല. ഇത് ദൈവം നമുക്ക് തന്ന ഒരു ഭവനമാണ്. ഇത് എത്രയും പവിത്രമായിട്ടും പരിപാവനമായിട്ടും വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം ഈ ഭവനം കൊണ്ട് നടക്കാൻ. സ്തോത്രം. അപ്പോൾ ഈ ഭവനം ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ഭവനമായിരിക്കണം. നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക താത്താങ്ങൾക്കുള്ളവരല്ല. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം. നിങ്ങളുടെ അവയവങ്ങൾ അനീതിയുടെ ആയുധങ്ങളാക്കാതെ നീതിയുടെ ആയുധങ്ങളായി ദൈവത്തിന് സമർപ്പിക്കണം. നിനക്ക് മൂക്ക് തന്നത് ശ്വാസം എടുക്കാനും വിടാനാ, അല്ല അതങ്കച്ച വീടി വലിച്ചും സിഗരറ്റ് വലിച്ചും പുക ഇതിൽ കൂടെ വിടാനല്ല. മനസ്സിലായോ? പുക വിടാനായിരുന്നെങ്കിൽ വേറെ കുടൽ ഇവിടെ വെച്ചേനും ദൈവം. ദൈവം പോഴത്തൊന്നും ദൈവം കാണിക്കുകയല്ലോ. നിനക്ക് പുക വിടാനാന്ന് ഇവിടെ 2 കുടല്
മേളിൽ ഒന്ന് അകത്തോട്ട് എടുക്കാനും ഒന്ന് അപ്പം ഇത് പുകയ്ക്കുള്ളതല്ല ഈ മൂക്കിൻ്റെ 2 ദ്വാരം. നിനക്ക് ദൈവം തമ്പരുന്ന ശ്വാസം ശ്വസിക്കാനും ഉച്ഛ്വസിക്കാനും ദൈവം തന്നിരിക്കുന്നതാണ്. മനസ്സിലായോ? അതിനകത്തോടെ നീ വിടരുത്. അവസാനം നീ പരുവക്കേടാകും. പരുവക്കേടായ പല ആൾക്കാർ ഇരിപ്പുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചുമ വരുന്നുണ്ട്, പിന്നെ രോഗമായതുകൊണ്ട് അടങ്ങി ഇരിക്കുക. ഇത് ഈ അവയവം ദൈവത്തിനായിട്ട് സമർപ്പിക്കണം. സ്തോത്രം. നിനക്ക് നല്ല ചുണ്ടുമൊക്കെയാണ് ദൈവം തന്നത്. നീ വലിച്ച് ഇതെല്ലാം മറകലം പോലായിരിക്കുന്നത്. സ്തോത്രം. നീ സ്തോത്രം പറയുമ്പോൾ തന്നെ നാറ്റമാണ്. ഇപ്പോഴല്ല, നേരത്തെ. ആയിക്കോട്ടെ. അപ്പം ഇത് ദൈവത്തിന് സമർപ്പിക്കണം. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ എന്ന് പറഞ്ഞാൽ ലോകക്കാർ നടക്കുന്നത് പോലെ, ലോകക്കാർ ചെയ്യുന്നത് പോലെ, ലോകക്കാർ ഈ ശരീരത്തിൽ കാട്ടിക്കൂട്ടുന്നത് പോലെ ഒരു ദൈവവൈതൽ ചെയ്യരുതെന്നാണ് പറഞ്ഞ എൻ്റെ അർത്ഥം. മനസ്സിലായോ? ഞാനിനി പെന്തിക്കോസുകാരോടാ പറഞ്ഞേ. ലോകക്കാര് ഇവിടെ ഒരു തുള തുളയ്ക്കും, അതിൻ്റെ മേളിൽ ഒന്നുണ്ട്. ഇപ്പം അതിൻ്റെ മേളിൽ 3 എണ്ണം ആയിട്ടും അങ്ങോട്ട് ഒതുങ്ങുന്നില്ല. ഇത് കണ്ടോണ്ട് രക്ഷിക്കപ്പെട്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതൽ അത് ചെയ്യരുത്. നിങ്ങൾ ലോകക്കാരല്ല. മനസ്സിലായോ? ലോകക്കാര് പല നിലകളിലൊക്കെ പല കാര്യങ്ങളിൽ ഇടപെടും. വിവാഹത്തിനൊക്കെ ലോകക്കാര് പല നിലകളിലൊക്കെയാണ് ഇടപെടുന്നത്. ഇപ്പൊ ലോകക്കാരെക്കാളും കഷ്ടമായിട്ടാ നമ്മുടെ ചില ആൾക്കാരും. അത് പാടില്ല. നാം താങ്കൾക്കുള്ളവരല്ല, നാം ദൈവത്തിനുള്ളവരാ. എങ്ങനെ? ഈ ലോകത്തിന് അനുരൂപരാകാതെ. ഈ കൃപയിൽ വരുന്നതിന് മുന്നേ നമ്മൾ ലോകത്തിന്റെ ഇഷ്ടമനുസരിച്ചാണ് ജീവിച്ചത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം ഒന്ന് വായിച്ചു. എഫേസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുൻപേ നമ്മുടെ ജഡമോഹങ്ങളിലാണ് നമ്മൾ നടന്നത് നേരത്തെ. ഇപ്പൊ നാം ദൈവമക്കളാ. കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് ഇത്ര വലിയ സ്നേഹം നമുക്ക് തന്നിരിക്കുന്നു. അങ്ങനെ തന്നെയാ. അപ്പൊ അങ്ങനെ ദൈവമക്കളായ ഈ നാം, ആ പദവിയിലെത്തിയ നാം ലോകക്കാരെ പോലെ നടക്കുകയും എടുക്കുകയും പ്രവർത്തിക്കുകയും ഇടപെടുകയും ചെയ്യരുതെന്നായി പറഞ്ഞത്. സ്തോത്രം. ഇത് ഒരു ഭവനമാണ്. ഈ ഭവനത്തെ സൂക്ഷിക്കണം. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. എത്രയും പവിത്രമായിട്ട് പരിപാവനമായിട്ട് ശ്രദ്ധിച്ച് സൂക്ഷിച്ച്. ഞാനെന്നുമ്പോൾ ഒരു കാര്യം ചുരുക്കം, നമ്മുടെ ആൾക്കാർക്ക് അത്രയും ഒരു അറിവില്ലാത്തതുകൊണ്ടായിരിക്കാം, വളരെ അത്യാവശ്യമായ ശുചിത്വം. നിങ്ങളെല്ലാവരും അംഗീകരിക്കത്തില്ലെന്ന് എനിക്കറിയാം. എന്നും കുളിക്കണം. ഇപ്പം പാസ്റ്റർമാർ ചോദിക്കാൻ അങ്ങനെ പറഞ്ഞു, ധാരാളം എണ്ണമുണ്ട്. ഇപ്പം അതും ഇതുമൊക്കെ അടിക്കുന്ന ഉള്ളത് കൊണ്ട് നിങ്ങളെ ഹൈന്ദവരായ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. അവര് കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകുകയല്ല. ആചാരമാണ്, ചിട്ടയാ, വ്യവസ്ഥയതാ. പ്രായമുള്ള 90 എന്ന വല്യമ്മ തള്ളയാന്തേലും വെളുപ്പിനെ കുളിച്ചേച്ചേ അമ്പലത്തിൽ പോകും. നമുക്ക് അങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും പറയാത്തത് കൊണ്ടായിരിക്കാം. ഒരു കാര്യം പറയാം, ആന്തരിക ശുദ്ധിയും ബാഹ്യശുദ്ധിയും ദൈവത്തിന് ഇഷ്ടമാണ്. രണ്ടും ദൈവത്തിന് ഇഷ്ടമാണ്. നമ്മൾ കൂടുതലും ആന്തരിക ശുദ്ധിക്ക് പ്രാധാന്യം കൊടുക്കുന്നത് അത് വളരെ അത്യാവശ്യമാണ്. പക്ഷേ ബാഹ്യശുദ്ധിയും ദൈവത്തിന് ഇഷ്ടമാണ്. ആവർത്തന പുസ്തകത്തിൽ വാക്യമുണ്ടല്ലോ, 23-14 ഒക്കെ വായിക്കുമ്പോൾ, യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിൽ കൂടെ വരുമ്പോൾ നിന്റെ പാളയത്തിൽ വല്ല വൃത്തികേടും കണ്ടാൽ ഞാൻ പാളയം വിട്ടുപോകുമെന്ന ദൈവദാസന വാക്യം കണ്ടെങ്കിൽ ഒന്ന് വായിച്ചേ. ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിലല്ലയോ, യഹോവയാകുന്ന ഞാൻ നിന്റെ പാളയത്തിൽ കൂടി വരുമ്പോൾ നിന്റെ പാളയത്തിൽ വല്ല വൃത്തികേടും കണ്ടിട്ട് ഞാൻ നിന്റെ പാളയം വിട്ടുപോകാതിരിക്കാൻ നിന്റെ പാളയം എപ്പോഴും വെടിപ്പുള്ളതായിരിക്കണമെന്ന ആ വാക്യം കണ്ടെങ്കിൽ ഒന്ന് എടുത്ത് വായിച്ച് സഹായിക്കണമെന്ന് ഓർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം. കണ്ടോ വാക്യം? കണ്ടോ? 23:14 അത് തന്നെ. വായിച്ചോ. നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും. ശ്രദ്ധിച്ചേ, നിന്റെ ദൈവമായ യഹോവ നിന്നെ രക്ഷിപ്പാനും ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരുവാനും നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു എന്ന് പറഞ്ഞ 2 കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നടകൊണ്ടിരിക്കുക. ഒന്ന്, അവൻ ശത്രുക്കളെ നിനക്ക് ഏൽപ്പിച്ചു തരും. 2, നിന്നെ രക്ഷിപ്പാൻ.
ഇന്ന് രാത്രി നിന്നെ രക്ഷിക്കുവാൻ, വിടുവിക്കുവാൻ, വീണ്ടെടുക്കുവാൻ, വിടുതൽ തരുവാൻ യഹോവയാകുന്ന ദൈവം നമ്മുടെ നടുവിൽ കൂടെ ഉലാവിക്കൊണ്ടിരിക്കുക. കർത്താവ് തന്നെ പറഞ്ഞ 2 3 പറഞ്ഞ നാമത്തിൽ എവിടെ കൂടിയാലും ഞാൻ അവരുടെ നടുവിലുണ്ട്. അപ്പൊ 2 കാര്യത്തിന് ദൈവം അവിടെ വെളിപ്പെടുന്ന, ഒന്ന് നിന്നെ രക്ഷിപ്പാൻ, 2 ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചു തരുവാൻ. നിന്റെ പാളയത്തിന്റെ മധ്യേ നടക്കുന്നു, നിന്റെ പാളയത്തിന്റെ മധ്യേ ഞാൻ നടക്കുന്നു. നിങ്ങൾ വൃത്തികേട് കണ്ടിട്ട് അവൻ നിന്നെ വിട്ടകലാതിരിപ്പാൻ. ദൈവം നിന്നെ വിട്ടകലാതിരിപ്പാൻ. പാളയം നിന്റെ പാളയം എപ്പോഴും ശുദ്ധിയുള്ളതായിരിക്കണം. ഇത് ആത്മീകമായിട്ടും വ്യാഖ്യാനിക്കാം, ഭൗമികമായിട്ടും ഒക്കെ വ്യാഖ്യാനിക്കണം. ഇവിടെ ഇസ്രായേലോട് ബന്ധപ്പെട്ട പാളയം അടിക്കുമ്പോൾ വൃത്തിയായിരിക്കണം. പാളയം ലക്ഷക്കണക്കിന് ജനം കിടക്കുകയല്ലയോ. ദിനചര്യയുടെ ഭാഗമായിട്ട് ഉച്ഛിഷ്ടങ്ങൾ, അമേദ്യം, വർജ്യവസ്തുക്കൾ ഒന്നും അവിടെ പാടില്ല. അതുകൊണ്ടാണ് പറഞ്ഞ ആയുധത്തിന്റെ കൂടെ പാരയും ഉണ്ടായിരിക്കണം. അത് മൂടിക്കളയേണ്ടത് മൂടിക്കളയണം, മാറ്റേണ്ടതിനെ മാറ്റണം. വെടിപ്പായിരിക്കണം പാളയം. വിശേഷിച്ച് ദൈവമക്കളോട് പറയാം, വീടും പരിസരവും ഒക്കെ വൃത്തിയായിരിക്കണം. വലിയ വീട് പണിത് തൂക്കാതെ മാരാതെ ഇടുന്നതിൽ നല്ലത്. ചെറുക്ക് ഭയങ്കരം വീടാ, കാശ് കിട്ടിയപ്പോൾ പണിതതാ. 5 8 10 മുറി, പിന്നെ ബാൽക്കണി, സിറ്റ് ഔട്ട്, കാർ പോർച്ച്, വർക്ക് ഏരിയ. വർക്കൊന്നും നടക്കുന്നില്ല, അത് വേറൊരു വിഷയം. മേളി ബാൽക്കണി, താഴെ ബാൽക്കണി, മിക്കയിടത്തും വൃത്തിയില്ല. എന്നാൽ നിങ്ങൾ ചില ചെറിയ വീടുകൾ ചെന്നേ, 2 മുറിയേ ഉള്ളൂ, ഓടിട്ടതാ, റെഡ് ഹൗസാകിട, അല്ലെങ്കിൽ ചിലടത്ത് ചാണകം മെഴുകിയതാ. എന്നാ വൃത്തിയാണെന്നറിയോ? അവിടെ ദൈവ സാന്നിധ്യമുണ്ട്. നീ ബ്രഹ്മാണ്ടം വീട് പണിതിട്ട് തൂക്കുകയില്ല, തുടക്കുകയില്ല, മാറാലും ചുക്കിലി ഭാർഗവി നിലയത്തിലോട്ട് വന്ന പോലെ അവിടെ നിന്ന് ദൈവം വരിക. ദൈവം വന്നെന്നും പറഞ്ഞ് നീ കിടന്ന് ചാടുക. ദൈവം വന്നേ അടികടാന്ന് പറഞ്ഞ് അവനെ ഇട്ട് അടിപ്പിച്ച് ദൈവം ഒന്നും വരികയില്ല. നമ്മൾ ഈ ദൈവം വന്നെന്നും പറഞ്ഞ് നമ്മൾ അങ്ങ് ബഹളം ഉണ്ടാക്കുക. ദൈവം ഒന്നും ഒരു തെളിവ് വചനത്തിൽ നിന്ന് തരാം. അപ്പൊ പിന്നെ എൻ്റെ കൊങ്ങായിക്ക് പിടിക്കുകയല്ലോ. ഫെലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ഇസ്രായേൽ തോറ്റപ്പോൾ ഇസ്രായേൽ പറഞ്ഞൊരു കാര്യം ചെയ്യ്, നമ്മൾ തോക്കാൻ കാര്യം പെട്ടകമില്ലാഞ്ഞിട്ടാ. അവർ ശീലോവ് ചെന്ന് യഹോവയുടെ പെട്ടകം എടുത്തുകൊണ്ട് വന്നു. ഹൊപ്നിയും ഫീനെഹാസും ഇതിന്റെ മുമ്പിലുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രായേലിലെ ഉച്ചത്തിൽ ആർപ്പിട്ടു. ആർപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ ഫെലിസ്തീൻ ചോദിച്ചു, എന്നാ പതിവില്ലാത്ത ഒരു ഇളക്കം. അപ്പൊ പറഞ്ഞ് ദൈവം വന്നെന്ന്. അവരുടെ ദൈവം ആ താലൂക്ക് വന്നില്ല, ദൈവം ഒന്നും അങ്ങോട്ട് ചെന്നില്ല. ദൈവം ചെന്നില്ലെന്നുള്ളതിന്റെ തെളിവാ പെട്ടകം ഫെലിസ്തീൻ പിടിച്ചോണ്ട് പോയി. ഏലിയുടെ 2 പിള്ളേരെ പോർക്കളത്തിൽ പട്ടു. ഏലി സ്ഥൂലിച്ചവനാ, ഉമ്മരപ്പീടെ വാതുക്കലിരുന്നു. പിള്ളേരുടെ മരണവാർത്ത കേട്ട് പുറകോട്ട് വീണ് കഴുത്തൊടിഞ്ഞു ചത്തു. ഫീനെഹാസിന്റെ ഭാര്യ പൂർണ്ണ ഗർഭവതിയാ. ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോകുകയും 4:20-21 അങ്ങനെ ദൈവത്തിന്റെ പെട്ടകം പിടിപെട്ട് പോകുകയും അമ്മാവിയപ്പനെയും ഭർത്താവിനെയും ഓർത്തിട്ട് മഹത്വം ഇസ്രായേലിന് പോയെന്ന് പറഞ്ഞ് കുഞ്ഞിന് ഈഖാബോർ എന്ന് പേരിട്ടെന്ന. ദൈവമൊന്നും അങ്ങോട്ട് ചെന്നില്ല. ദൈവം വന്നെന്നും പറഞ്ഞ് ഇവര് ബഹളം ഉണ്ടാക്കുക. ദൈവം അറിഞ്ഞ കേസ് അല്ല. പലപ്പോഴും അങ്ങനെ ദൈവം വന്നെന്നും പറഞ്ഞ് നമ്മൾ ബഹളം ഉണ്ടാക്കുക. ദൈവം വരണമെങ്കിൽ അതിന് ചില വ്യവസ്ഥയുണ്ട്. നിന്റെ പാളയം വെടിപ്പുള്ളതായിരിക്കണം. അത് ഭാഗ്യശുദ്ധീകരണം ദൈവത്തിന് ഇഷ്ടമാണ്. എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ ഭാഗ്യശുദ്ധീകരണത്തെ പറ്റി പറയുന്നുണ്ടല്ലോ. ഞാൻ ഇന്നാളെ ഒന്ന് ഓർപ്പിച്ചതാ. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ താഴോട്ട് പഠിക്കുമ്പോൾ ആന്തരിക ശുദ്ധീകരണവും ഭാഗ്യശുദ്ധീകരണവും രണ്ടും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ 10-ാം അധ്യായത്തിന്റെ 19 മുതൽ പഠിക്കുമ്പോൾ അതുകൊണ്ട് സഹോദരന്മാരെ യേശു തന്റെ ദേഹമെന്ന് ദഹിലിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവടിയായി തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിങ്കിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാനുഗത്യത്തിൽ ഒരു മഹാപുരോഗതിനെ നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവർ ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം കൊണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലണമെന്ന. അവ 2 ശുദ്ധീകരണം, ഒന്ന് ആന്തരിക ശുദ്ധീകരണം, 2 ഭാഗ്യ ശുദ്ധീകരണം. ആന്തരിക ശുദ്ധീകരണത്തിന്റെ വാക്യമാ ഹൃദയങ്ങളിൽ തളിക്കണം. എന്ത്? യേശുവിന്റെ രക്തം. അല്ല, ആന്തരിക ശുദ്ധീകരണം ഹൃദയങ്ങളിൽ തളിക്കുക. ഹൃദയഭാഗത്താന്നല്ലോ, അല്ലാതെ കൊരങ്ങൻ പറഞ്ഞ പോലെ അത്തിമരത്തിന്റെ മേലല്ലല്ലോ. ഞാൻ വെളിയിൽ പോകുമ്പോൾ അങ്ങനെ ഹൃദയം കൊണ്ടുപോകില്ല. മുതലേ ചോദിച്ചു, പിന്നെ എവിടെ? അത്തിയുടെ മേളിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് തിരിച്ചു പോയി എടുക്കാം. തിരിച്ചു പോടും. അത്തിയുടെ കീഴി വന്നപ്പോൾ കുരങ്ങൻ ചാടി മരത്തെ കയറി പോയാട്ടെന്ന് പറഞ്ഞു. അപ്പൊ ഹൃദയം അത്തിയുടെ മണ്ടയിലും മേശയ്ക്കകത്തും അല്ലല്ലോ, അകത്തല്ലേ.
അകത്താ. അപ്പൊ ഹൃദയങ്ങളിൽ തളിക്കുക, അത് ആന്തരിക ശുദ്ധീകരണം. അടുത്തതുണ്ട് ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകണം, അത് ബാഹ്യ ശുദ്ധീകരണം. ഈ രണ്ട് ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. അകവും പുറവും ഒരുപോലെ വെടിപ്പാക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാണ്. അകം വെടിപ്പാക്കുന്നവരെ ദൈവത്തിന് ഇഷ്ടമാ, പ്രിയമാ. എന്നാലും അകവും പുറവും കൂടെ ഒരുപോലെ ഒന്ന് വെടിപ്പാക്കുന്നവര് ദൈവത്തിന് കുറച്ചുകൂടെ പ്രിയമാണ്. കർത്താവ് അതുകൊണ്ടല്ലേ ആശയം പറഞ്ഞ കിണ്ടുകിണ്ണങ്ങളുടെ പുറമൊക്കെ നിങ്ങൾ വെടിപ്പാക്കുന്നു, അകത്തോ ക്ലാവും അഴുക്കും ഒക്കെയാ. അപ്പൊ അതിന്റെ ആശയം അകവും പുറവും വെടിപ്പാക്കുന്ന എനിക്ക് ഇഷ്ടമാണ്. രണ്ട് വിധത്തിലെ ശുദ്ധീകരണം. അപ്പോൾ യഹോവയാകുന്ന ദൈവം നിന്റെ പാളയത്തിൽ വരണമെങ്കിൽ ശുദ്ധീകരണം ഉണ്ടായിരിക്കണം, വെടിപ്പായിരിക്കണം. വീടും പരിസരവും ഒക്കെ രാവിലെ എഴുന്നേറ്റ പണ്ടങ്ങനെയൊക്കെ മിറ്റം തൂക്കും. ഇപ്പം മിറ്റമില്ലല്ലോ, എല്ലാം ടൈൽസും ഒക്കെ ഇട്ട് സ്തോത്രം. പിന്നെ വേറൊരു സാധനമായിട്ട് ഇങ്ങനെ നടക്കുന്നതാണ്, അല്ല കൊതുകിനെ മരുന്നടിക്കുന്ന പോലെ. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും നടുവിന് വേദനയാണ്. എന്തോ അമ്മാമ്മ, ഓ നടുവിന് വേദന, പക്ഷേ എനിക്ക് കുനിയാനും നെവരാനും ഒന്നും വയ്യ. പണ്ട് അമ്മച്ചിമാർക്ക് അങ്ങനില്ല. കാരണം രാവിലെ എഴുന്നേറ്റ ഉടനെ മിറ്റമടിക്കും. പഴയ അമ്മമാർ രാവിലെ വൈകിട്ടും മിറ്റമടിക്കും. നിങ്ങളുടെ കാര്യം അല്ലേ പറഞ്ഞേ, നിങ്ങൾ എന്നെ തുറച്ചു നോക്കുമൊന്നും വേണ്ട. അങ്ങനെ ചെയ്യാത്തവരുടെ കാര്യമായി പറയുന്നത്. ഞാനെപ്പോഴും പറയും, എൻ്റെ വല്യമ്മച്ചി ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും മിറ്റമടിക്കും. 106 വയസ്സ്, 106. അവിടെ തളർന്ന് കിടക്കുമൊന്നുമല്ല, 106. ഇപ്പം പിന്നെ കൊച്ചുമക്കൾ അവിടെ വീട്ടിലുള്ളവർ പറയും ചെയ്യിപ്പിക്കാത്ത കൊണ്ടല്ലേ, ചെയ്യും. കണ്ണു ഞാൻ ഇപ്പോഴും ചെയ്യും, ഒരു കുഴപ്പവും ഇല്ലെന്നുള്ളതാണ്. സ്തോത്രം. ആട്ടെ. വീട് പരിസരമെല്ലാം വൃത്തിയായിരിക്കണം. അലൂമിനിയം പാത്രമായിരിക്കും മതി, അത് ചാരമൊക്കെ ഇട്ട് നന്നായിട്ട് തേച്ച് വെളുപ്പിച്ച് വെയിലത്ത് വെക്കണം. നമ്മുടെ സാഹചര്യം അലൂമിനിയം പാത്രം മതി, നല്ലതല്ലേ, അതേ ഉള്ളൂ, മതി. പഴയ അമ്മമാരൊക്കെ അങ്ങനല്ലേ, രാവിലെ എഴുന്നേറ്റ് പാത്രമൊക്കെ തേച്ച് വെളുപ്പിച്ച് ആ വെയിലത്തോട്ടൊക്കെ ഒന്ന് വെക്കുന്ന കണ്ടിട്ടുണ്ട്. സ്തോത്രം. ആരോട് പറയാൻ? ഇപ്പം നിങ്ങൾ ചിന്തിക്കുക, തനിക്ക് എത്ര ദണ്ണം വന്നാൽ താൻ വന്ന് തേച്ച് മടുക്കി തരാൻ. നിങ്ങൾ പറയുന്നില്ലെന്നേ ഉള്ളൂ, അകത്തൊക്കെ അത് ചിന്തിച്ചിട്ടുണ്ട്. തേച്ച് മഴക്കാൻ വന്നാണോ എന്നാണ് ഇപ്പം എന്നെ ചോദിക്കുന്നത്. ഞാനൊരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. ആട്ടെ. വീടും പരിസരമെല്ലാം വൃത്തിയായിരിക്കണം. ശുചിത്വം അത് അത്യാവശ്യമാണ്. അതാ ഞാൻ പറഞ്ഞത്, ഹൈന്ദവരായ സ്നേഹിതരെ നിങ്ങൾ ശ്രദ്ധിച്ചേ, കുളിക്കാതെ ക്ഷേത്രത്തിൽ പോകല. നമ്മുടെ ആൾക്കാർ എത്ര എണ്ണമാണ് കുളിക്കാതെ പള്ളി വരുന്നത്. വെളുപ്പിനെയൊക്കെ റോഡേ കൂടെ എല്ലാം പോകുന്ന കാണാൻ പതിച്ചു മുടി, മിക്കതും കുളിക്കാതായി പോകുന്നത്. അതെ, വിശ്വന്നോ? ആണെന്ന് 5:30 ഇനി ഞങ്ങൾ കൂടുവെന്നാ പറയുന്നത്, കുളിക്കാതായി പോകുന്നു. ആയിക്കോട്ടെ, നമ്മുടെ ഇടയിലും ചിലരുണ്ട്. ഇനി മറുവശം, നല്ല കാര്യങ്ങൾ നമ്മൾ ഉൾക്കൊള്ളുക. ഉപദേശമല്ല ഞാനീ പറഞ്ഞത്. നല്ല കാര്യങ്ങൾ ആര് ചെയ്താലും അത് അംഗീകരിക്കാനും അത് അനുസരിക്കാനും ഒരു മനസ്സുണ്ടെങ്കിൽ നല്ലതാ. നിങ്ങൾ ശ്രദ്ധിച്ചേ, ഹൈന്ദവരായ സ്നേഹിതര് നല്ല പ്രിയപ്പെട്ടവരുണ്ട്. ഇപ്പോഴും അവര് കുളിച്ചേച്ചേ അടുക്കളയിൽ കയറുള്ളൂ രാവിലെ. നല്ല ആഢ്യത്വമുള്ള ചില ആൾക്കാരുണ്ട്, ശുചിത്വമുള്ളവർ. അവർ വൈകിട്ട് വിശ്രമിച്ച് രാവിലെ എഴുന്നേറ്റ് എല്ലാവരും അല്ലെങ്കിലും മിക്കവരും കുളിച്ചതിന് ശേഷമേ അടുക്കളയിൽ കയറും. ഭക്ഷണം പെരുമാറുകല്ലേ. ക്രിസ്ത്യാനികൾ നേരെ തിരിച്ചാ, എല്ലാവരും അല്ല, ചിലര് കുളിച്ചു കഴിഞ്ഞാൽ അടുക്കളയിൽ കയറുകയല്ല, നേരെ തലതിരിവാ. നമ്മൾ 7 മണി ഞാൻ പറഞ്ഞ് മോളി ഇച്ചിരി കാപ്പി, പിന്നെ കൂപ്പി ഞാൻ കുളിച്ചതേ ഉള്ളൂ. ഇനി അടുക്കളയിൽ കയറുന്ന പ്രശ്നം, കൂപ്പ് കുടിക്കാൻ വന്നേക്കുന്നു. തമാശ പറഞ്ഞതല്ല. അടുക്കളയിൽ കയറുന്ന പ്രശ്നമേ ഞാൻ കുളിച്ചേച്ച് ഇങ്ങോട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അവർ കുളിച്ചേച്ച് അടുക്കളയിലോട്ട് കയറുള്ളൂ. നമ്മുടെ ആൾക്കാർ കുളിച്ചാൽ പിന്നെ ആട്ടെ. അപ്പോൾ ആന്തരിക ശുദ്ധീകരണവും ബാക്കി ശുദ്ധീകരണവും ദൈവത്തിന് ഇഷ്ടമാണ്. അപ്പോൾ ആട്ടെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. വാച്ചിങ് തരണമില്ല, ഞാനങ്ങ് നിൽക്കും. നിങ്ങൾ അവസാനം പറയും അയാളുടെ തൊടിലതാന്ന് പറയും. പിന്നെ അല്ല പ്രശ്നങ്ങളാ. നമുക്കൊരു 9:30 വരെ എടുക്കാവോ? ഇവിടുത്തെ ഉപദേശിയാര് നമ്മളാണോ? എടുത്തോട്ടെ, ഒരു 9:15, 9 എത്രയാ പറഞ്ഞു? 9:30 ആകുമ്പോൾ നിർത്താം.
ഈ വാച്ച് കറക്റ്റാന്നേ. ആ അതാ ഏതായാലും ചെലവാ. അപ്പൊ ശ്രദ്ധിച്ചേ, ഈ ശരീരം ഇതൊരു ഭവനമാണ്. ഈ ഭവനത്തെ സൂക്ഷിക്കണം. ഇത് മദ്യത്തിന് നീ വിധേയപ്പെടുത്തരുത്. ആർക്ക് കലകം, ആർക്ക് കഷ്ടം, ആർക്ക് സങ്കടം. മദ്യം കുടിക്കുന്നവർക്കാ, അത് രുചിക്കുന്നവർക്കാ, അത് ഉപയോഗിക്കുന്നവർക്കാ. അത് പാത്രത്തിൽ തിളങ്ങുന്നത് നോക്കി നിൽക്കരുത്. ഒടുവിൽ അണലി പോലെ നിന്നെ കൊത്തും, സർപ്പം പോലെ നിന്നെ കടിക്കും. അടിച്ചു, ഞാൻ അറിഞ്ഞില്ല. അവരെന്നെ ഉപദ്രവിച്ചു, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. സഹോദര, ഈ ശരീരം ഈ ഭവനം മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥത്തിനും പുകവലിക്കും മറ്റ് പാപകൃതികൾക്കുള്ളതല്ല ഈ ഭവനം. ഈ ഭവനത്തിനകത്ത് സ്തുതി സ്തോത്രങ്ങൾ ഉയരണം. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. ഈ ശരീരമാകുന്ന ഭവനം ചമച്ചവൻ സർവജ്ഞനായ ദൈവമാ. നിന്റെ ഈ ഭവനത്തെ നശിപ്പിക്കരുത്. ഇതിനെ നശിപ്പിക്കുന്നതിന് ദൈവം നശിപ്പിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് ഓർപ്പിക്കട്ടെ, മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും മറ്റൊന്നിനും ഒരു പാപകൃതിക്കും ഇത് ഉപയോഗിക്കരുത്. ഇത് പവിത്രമായി, പാവനമായി, പരിപാവനമായി സൂക്ഷിക്കണം. കാരണം ഇത് നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. എത്രയും ശ്രേഷ്ഠമായിരിക്കണം. ശുചിത്വവും അനിവാര്യമാണ്. അവിടെ ഞാൻ അധികം വിവരിക്കുന്നില്ല. അപ്പോൾ ഈ ശരീരം ഒരു ഭവനമാണ്. എന്നാൽ ഈ ഭവനത്തിന് അധികം നിലനിൽപ്പില്ല. ഈ ഭവനവും തകർന്നു പോകും. അതാണല്ലോ പത്രോസ് പറഞ്ഞിരിക്കുന്നത്, എൻ്റെ കൂടാരം പൊളിയുവാൻ അടുത്തിരിക്കുന്നു. ഇത് പൊളിയും, ഇത് തുപ്പട മാറും. ഇത് മണ്ണിൽ നിന്ന് എടുത്തത് കൊണ്ട് മണ്ണിലോട്ട് ചേർക്കും, മണ്ണിലോട്ട് ചേരും. അങ്ങനെ ഇതിൻ്റെ കണക്ക്. അപ്പൊ ഈ ഭവനം സ്ഥിരമല്ല. ഇത് നശിച്ചു പോകും, ഇത് തകർന്നു പോകും, ഇത് തകളടിയാകും. ദൈവത്തിന് മഹത്വം. എപ്പോഴാ? അതിന് ലക്ഷണങ്ങളുണ്ട്. പക്ഷേ അത് എപ്പോഴാന്ന് ചോദിച്ചാൽ അതിന് ലക്ഷണങ്ങൾ ഉണ്ട്. അറിയാവില്ല ലക്ഷണം. ദൈവദാസൻ എന്ന് വായിച്ച് അതിൻ്റെ ലക്ഷണങ്ങൾ സഭാപ്രസംഗിയിലുണ്ടല്ലോ, ലക്ഷണങ്ങളെല്ലാം. സ്തോത്രം. വായിച്ചോ, പെട്ടെന്ന് വായിച്ചോ. സഭാപ്രസംഗി 12 എടുക്ക. ലക്ഷണമെല്ലാം ഒന്ന് വായിച്ച്. നിന്റെ യൗവനകാലത്ത് നിന്റെ സൃഷ്ടാവിനെ ഓർത്തുകൊള്ളുക. പിന്നെ ദുർദിവസങ്ങൾ വരികയും എനിക്ക് ഇഷ്ടമില്ല എന്ന് നീ പറയുന്ന കാലം സമീപിക്കും. ദുർദിവസങ്ങൾ വരും, എനിക്ക് ഇഷ്ടമില്ലെന്ന് പറയുന്ന കാലം, ദിവസം വരാൻ പോവാ. പിന്നെ സൂര്യനും വെളിച്ചവും ചന്ദ്രനും നക്ഷത്രങ്ങളും ഇരുണ്ടുപോകുകയും മഴ പെയ്ത ശേഷം മേഘങ്ങൾ മടങ്ങി വരികയും ചെയ്യും മുമ്പേ തന്നെ അന്ന് വീട്ടുകാവൽക്കാർ വിറയ്ക്കും. ലക്ഷണമാ. ഈ ഭവനം നശിക്കും, ഇത് തകർന്നു പോകും, ഇതില്ലാതാകും. അതിന്റെ ലക്ഷണങ്ങളാ. വീട്ടുകാവൽക്കാര് വിറയ്ക്കും. സാധാരണ അതിനെപ്പറ്റി പറയുന്നത് ഈ കയ്യും കാലും ഒക്കെ വിറയ്ക്കും. വീടിന് കാവൽ നിൽക്കുന്ന ഇതാണല്ലോ, ഇതൊരു ഭവനമാണ്. ഈ വീടിന് കാവൽ നിൽക്കുന്ന ഒരടി വരുമ്പം കയറി തടയുന്നത് ഇതാ കാവല്. വീടാൻ പോയപ്പം കൈകുത്തി നിന്നു. വീട്ടുകാവൽക്കാർ ഒടുവിൽ ഇങ്ങനെ വിറയ്ക്കും. ഇപ്പൊ കൈയടിക്കാത്തവരൊക്കെ അവസാനം ഇങ്ങനെ ഇരിക്കുന്ന കാണാം. ഇപ്പൊ പാട്ട് പാടുമ്പോൾ എന്ത് ചെയ്താൽ കൈ അടിക്കല്ലോ. ഒടുവിൽ ഇതിനൊക്കെ ഇങ്ങനെ എപ്പോഴും അടിച്ചുകൊണ്ടിരിക്കണം. അതിനൊന്നും ഗതി വരുത്തരുത്. ഇപ്പോൾ ഒരു പാട്ട് പാടുമ്പോൾ എല്ലാവരും കൈയടിക്കുമ്പോൾ ചേർന്ന് അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ഇപ്പം നീ ആൾ കളിച്ചെങ്ങിരുന്നാൽ ഒടുവിൽ കുഞ്ഞുഞ്ഞ് എപ്പോഴും കിടുകിടാന്ന് അടിച്ചിരിക്കും. കാപ്പി കൊടുക്കുമ്പോഴും കുഞ്ഞാഞ്ഞ് അടിക്കുക, കഞ്ഞി കൊടുക്കുമ്പോഴും കുഞ്ഞുഞ്ഞ് അടിക്കുക. കാപ്പിയെല്ലാം താഴെ പോവുക. ഏത്തക്കാപ്പം പിടിക്കപ്പച്ച അപ്പാണ്ട് താഴെ കിടക്കുന്നത്, കുഞ്ഞുഞ്ഞ് ഇങ്ങനെ അടിച്ചിരിക്കുക. അതിൻ്റെ കാരണം ആയ കാലത്ത് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താഞ്ഞുകൊണ്ടാണ്. അപ്പം വീട്ടുകാവൽക്കാർ പറയ്ക്കും. പിന്നെ ബലവാന്മാർ കുനിയും. ബലവാന്മാരൊക്കെ സഭയുടെ മുന്നിൽ നിന്ന് നീ വലിയ ആള് കളിച്ച നീ അവസാനം കുനിഞ്ഞൂപ്പാട് വരും. പിന്നെ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും എന്ന് പറഞ്ഞാൽ ഇനി അരിയുണ്ടൊന്നും കടിക്കാൻ താല്പര്യം വരികയല്ല. പണ്ട് ഒറ്റ കടിക്ക് പൊട്ടിച്ചത് അരിയുണ്ട, മുറുക്കമുള്ള അരിയുണ്ട ഒറ്റ അടിക്ക് പൊട്ടിച്ചത് അല്ലയാ. ഇപ്പം അത് വയ്യ. അപ്പം പിന്നെ ആഗ്രഹം കൊണ്ട് പറയും, കുഞ്ഞുഞ്ഞമ്മ ഒരു കാര്യം ചെയ്യാം, പിന്നെ ഇടിയോറിനകത്തിട്ട് ഇടിച്ച് പൊടിച്ച് കാപ്പിക്കകത്ത് കലക്കി, അങ്ങനെയുള്ള ആഗ്രഹമുണ്ട്. വയ്യേലും വിടുകയല്ലെന്നുള്ളതാണ്. പണ്ടൊരു തള്ള പറഞ്ഞ് അവർ മുളക് നട്ട് കരണം പൊട്ടി. അവൻ മരുമകൾക്ക് ഇഷ്ടമാണ്. മരുമകൾ അത് ചതച്ച് ചമ്മന്തി കൂട്ടി. അമ്മച്ചിക്ക് എരിവ് ഇഷ്ടമല്ല, എന്നാലും എൻ്റെ മുളക് മരുമകൾക്ക് എരിവ് ഇഷ്ടമാണ്. അവളത് എടുത്ത് രണ്ടെണ്ണം എടുത്ത് ചതച്ച് ഉള്ളിയും കൂടെ ചേർത്ത് ചതച്ച് അവൾ ഇപ്പോൾ തള്ള നോക്കിയിരിക്കുക. അവൾ അങ്ങനെ വിടാൻ ഒക്കുകയല്ല. അതുകൊണ്ട് തള്ള ഓടിച്ചെന്ന് ഒരു കരണം പൊട്ടിയെടുത്ത് ചോറെടുത്തേച്ച് അതിനകത്ത് വെച്ച് വിഴുങ്ങി. ഉണ്ടോ? വിടുകയല്ല. എന്നാലും എന്നാൽ അവൾ 2 കരണം പൊട്ടി തിന്നുക എന്നുള്ളതല്ല. തള്ളയ്ക്ക് ഇതുപോലെ കുച്ചുമ്പാ.
ചോറിനകത്ത് വെച്ച് തള്ള അങ്ങ് വിഴുങ്ങി. അപ്പോ അരയ്ക്കുന്നവർ ചുരുക്കമാകയാൽ അടങ്ങിയിരിക്കും. പിന്നെ കിളിവാതിലുകളിൽ കൂടി നോക്കുന്നവർ അന്ധന്മാരാണ്. അപ്പുറത്തെ വീട്ടിൽ ആരാ വന്നെന്നാ എന്ന് സിറ്റൗട്ടിരുന്ന് നോട്ടം. 2 പേരുണ്ടെന്ന് തോന്നുന്നു. ഒരാള് പുരുഷനും ഒരാള് സ്ത്രീയുമ. വേറെ ആരാണ്ട് ഇറങ്ങുന്നുണ്ടെന്നാ ഉണ്ടോ? ഉണ്ണേ ലൈറ്റ് ഓഫ് ആക്ക്. നമ്മൾ ലൈറ്റ് ഇട്ട് അവർക്ക് കാണാം. 2 പേരോട് ലൈറ്റ് ഓഫ് ആക്കി പമ്മി ഇരിക്കുക സിറ്റൗട്ടി. അപ്പുറത്തെ വീട്ടിൽ ആര് വന്നെന്ന്. അങ്ങനെയുള്ള സൂക്കേടുള്ള ആൾക്കാരുണ്ട് ഇല്ലേ? ഒടുവിൽ കണ്ണ് കാണാൻ പാടില്ലാതാകും. കിളിവാതിൽ കൂടി നോക്കുന്നവര് അന്ധന്മാരാകും. പിന്നെ തെരുവിലെ കതകുകൾ അടയും. അപ്പുറം എന്ത് പറഞ്ഞാലും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ഇരിക്കുന്നെങ്കിലും മോനും മരുമകളും അപ്പുറം മുറിയിരുന്ന് വർത്താനം പറയുക, ഇപ്പുറം ഇരുന്ന് തള്ള അതിന് മറുപടി പറയുക. അങ്ങനെ അല്ലടാന്ന് തള്ളക്ക് കിടന്നുറങ്ങിയാൽ പോരെ? അല്ല, അങ്ങനെയുള്ളവരുണ്ട്. പിന്നെ അവർ 2 പേരുടെ അപ്പുറം ഇരുന്ന് വർത്താനം പറയുക. നാളെ നമുക്ക് ഇന്നടുത്ത് പോകണം, അത് കഴിഞ്ഞ് അവിടെ പോകേണ്ടത് തള്ള അങ്ങനെ പോകണ്ടെന്ന്. തള്ള ഉറങ്ങിയെന്ന് ഓർത്താ അവർ വർത്താനം പറഞ്ഞത്. തള്ള ഇങ്ങനെ ഉറക്കമൊന്നുമില്ലാതെ കുത്തിയിരിക്കുക, നരിയിരിക്കും പോലെ. വായിച്ചോ എല്ലാവരും കേൾക്കട്ടെ. ഇതൊക്കെ കാണുമ്പോൾ ഓർത്തോണം നീ പോകാത്ത എന്നുള്ളതിന്റെ ലക്ഷണമായി പറഞ്ഞു വരുന്നേ. വായിര്. അരയ്ക്കുന്ന ശബ്ദം മന്ദമാകും. ആഹാരം കൊടുത്താൽ പതുക്കെ കഴിക്കുള്ളൂ. പണ്ട് നിന്നോണ്ട് വാരി കഴിച്ചോടിയ പെണ്ണമ്മ ഇപ്പം എത്ര മണിക്കൂർ എടുത്താ കഴിക്കുന്നത്. അപ്പൊ ഇതൊക്കെ താമസിച്ച് ആഹാരം കഴിക്കുമ്പോൾ ഓർത്തോണം പെണ്ണമ്മ പോകാറായെന്ന്. വായിച്ചു. പക്ഷികളുടെ ശബ്ദത്തിങ്കിൽ ഉണർന്നു പോകും. ഉറക്കമില്ലെന്നേ. സ്തോത്രം. വെളുപ്പിനെ 3 മണിക്ക് അടുക്കള കയറി സ്റ്റീൽ പാത്രം പൊത്തുവന്നായി ഇടുന്നത്. കിടന്നവനെല്ലാം കിടന്ന് എഴുന്നേറ്റ്. തള്ളയ്ക്ക് ഉറക്കമൊന്നുമില്ലെന്നേ. അല്ല, അങ്ങനെയുള്ള അസുഖമുള്ള ആൾക്കാരുണ്ട്. മക്കളും കൊച്ചുമക്കളും ഒക്കെ കിടന്നുറങ്ങുക. തള്ള ചുമ്മാ അടുക്കള കയറി സ്റ്റീൽ പാത്രം ഇടൂന്നതാണ്. ഉറങ്ങിയവരെല്ലാം പെട്ടെന്ന് നാടകം തുടങ്ങുന്നത് പോലെ. തള്ളയ്ക്ക് ഉറക്കമൊന്നുമില്ല. വായിര്. അടുത്ത വാക്യം വായിക്ക്. ഇങ്ങനെ ഉറക്കമില്ലാതെ അടുക്കള കൂടെ ഇങ്ങനെ പമ്മി അടക്കുമ്പോൾ തന്നെ ജാഗാറായെന്ന്. വായിര്. വായിച്ചു. കേക്കട്ടെന്ന് വായിക്കേ. എന്നാ ഇത് വായിക്കാത്ത? പുള്ളി വായിക്കുകയല്ല. പുള്ളിക്ക് ആരെയോ ഓർമ്മ വന്ന ആരെയാ? നമ്മുടെ വീട്ടിലെ പക്ഷികളുടെ ശബ്ദം ഉണർന്നു പോകും. പിന്നെ പാട്ടുകാരത്തികളൊക്കെയും തളരുകയും ചെയ്യും. പിന്നെ അന്ന് അവൾ ഇപ്പൊ ഇവിടെ വരണ്ട, നമുക്ക് അവൾ അവിടെ നിൽക്കട്ടെ. അന്ന് അവർ കയറ്റത്തെ പേടിക്കും. പിന്നെ വഴിയിൽ ഭീതികളുള്ളതായി തോന്നും. പിന്നെ ബദാമൃക്ഷം പൂക്കും. ഇപ്പൊ പിന്നെ പൂത്തതേതാന്നൊന്നും അറിയത്തില്ല. എല്ലാം അഡ്ജസ്റ്റ് നടക്കുന്നുണ്ട്. പൂത്തതേതാ പൂക്കാത്തതേതാ 1.5 മാസം കഴിഞ്ഞാൽ അറിയാം പൂത്തതേതാന്ന്. കാരണം 1 മാസം എങ്ങാണ്ടായതിന്റെ ആണെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, ഞാൻ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ രണ്ടും തവ ചോദിച്ചാൽ വിധിയില്ല. ദൈവത്തിന് മഹത്വം. ഞാൻ ഇല്ലല്ലോ, പിന്നെ തൂത്തിട്ടും കാര്യമൊന്നുമില്ല. ആവത്താന് അപ്പം ബലാമൃക്ഷം പൂക്കും. പിന്നെ തുള്ളനിഴഞ്ഞു നടക്കും. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. ചികിമിന്നുക്കിയ ഓമന മുടികൾ വെള്ളയായി തീർന്നിടുമേ. നിന്നൂടെ മുഖം കുഴിഞ്ഞഴകെല്ലാം പോയി നീ തപ്പി നടന്നിടുമേ. യൗവനക്കാരാം നിന്നൂടെ യൗവനം നാശത്തിലാക്കിടല്ലേ. നിന്നൂടെ യൗവനം നാശത്തിലാക്കാതെ രക്ഷകനെ ഏൽപ്പിക്കാൻ. അപ്പോൾ ബദാമൃക്ഷം പൂക്കും. പിന്നെ തുള്ളൻ എഴുഞ്ഞു നിൽക്കും. യോജനക്കുരു ഫലിക്കാതെ വരും. പിന്നെ മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലേക്ക് പോകും. പിന്നെ വിലാപം കഴിക്കുന്നവർ വീതിയെ ചുറ്റി സഞ്ചരിക്കും. ഓടിച്ചു വായിച്ചോ. അന്ന് വെള്ളിച്ചരട് അറ്റുപോകും. സ്പൈനൽ കോഡിന്റെ കാര്യമാണ് പറയുന്നത്. വെള്ളിച്ചരടേ അറ്റുപോകും. പിന്നെ പൊൻകിണ്ണം തകരും. ഉറവിങ്കിലെ കുടം വന്ന് നീ ആകെ പരുവക്കേടാകുമെന്നായി പറഞ്ഞത്. താരോട്ട് ഇനി വായിപ്പിക്കുന്നില്ല. ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ ഓർത്തോണം, ഈ കൂടാരം, ഈ ഭവനം പോകാൻ പോവുക. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ഭവനം തകരുന്നതിന് മുമ്പ് ഞാനും നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം.
ഈ കൂടാരം പൊളിയുന്നതിന് മുമ്പ് എന്നെ കേൾക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും ഓർപ്പിക്കട്ടെ, അവൻ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, അവൻ കൂടാരത്തിൽ വസിക്കുമ്പോൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. 5 പൈസ മുടക്കണ്ട, അരക്കാശ് മുടക്കണ്ട, 1/2 മൈൽ നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ ഒന്നും കൊടുക്കണ്ട. ഇരിക്കുന്ന ഇടത്ത്, കേൾക്കുന്ന ഇടത്തിരുന്ന് പറ, യേശുവേ എന്നെ രക്ഷിക്കണം, യേശുവേ എൻ്റെ ഉള്ളത്തിലേക്ക് വരണം, എന്നെ ഇന്ന് രാത്രി രക്ഷിക്കണം, എൻ്റെ പാപങ്ങളെ മോചിക്കണം, എന്നെ അവിടുത്തെ പൈതലാക്കി തീർക്കണം. ഇന്ന് രാത്രി ഈ കൂടാരം പൊളിയുന്നതിന് മുമ്പ് നീ ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. അതിനാ ദൈവം നിനക്ക് അവസരം തന്നിരിക്കുന്നേ. ദൈവത്തിന്റെ മഹത്വം. അപ്പോൾ ഈ ഭവനം നശിച്ചു പോകും. അതുകൊണ്ട് ഇതിൽ ഒത്തിരി വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒന്നും വേണ്ട. ഇതൊത്തിരി പോകുന്നതാ. സ്തോത്രം. അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഒത്തിരി സാമ്പാറിന് മേടിച്ച വെള്ളരിക്ക സാമ്പാർ ഇടുകയല്ല, ആരോട് പറഞ്ഞു കൊടുത്ത് അത് വട്ടം കണ്ടിച്ച് തൂത്തേച്ച് കിടക്കും കുഞ്ഞുഞ്ഞമ്മയെന്ന്. ഭർത്താവ് പറഞ്ഞു, സാമ്പാർ വെള്ളരിക്ക ഇല്ലല്ലോ. ആ വെള്ളരിക്ക ഇല്ലായിരുന്നു. ആര് പറഞ്ഞു ഞാൻ വെള്ളരിക്ക മേടിച്ചത്? ചോദിച്ചു വരുമ്പോൾ എനിക്കൊരു കാര്യം, ഏത്തക്കാപ്പത്തിന് മേടിച്ച കടലമാവാ. ഏത്തക്ക അടുത്ത് നീ ആ ഏത്തക്ക എന്നിട്ട് പോടാന്ന് പറഞ്ഞു. ഏത്തക്ക കടലമാവ് എനിക്ക് ആവശ്യമുണ്ടെന്ന് ആരാണ്ട് പറഞ്ഞു കൊടുത്ത് രാത്രി അതെല്ലാം കലക്കി വാരി തേക്കാൻ കുറച്ച് വെളുക്ക് വന്നു. മിക്കവാറും ഇങ്ങനെയാന്നേ വെളുക്കും, കുറച്ചുകൂടെ വെളുക്കും. ഇതിനകത്ത് ഒത്തിരി വെച്ചുകെട്ടും ഏച്ചുകെട്ടും ഒന്നും വേണ്ട. ഇത് തകർന്നു പോകുന്നതാ. ഇത് മണ്ണോട് ചേരുന്നതാ. മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ കാകളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ദൈവ കാകളം ധ്വനിച്ചിടുമ്പോൾ. നിങ്ങൾക്ക് ആ പാട്ട് പറയാൻ മേലേ? എന്നെ ഒന്ന് സഹായിക്കാൻ മേലേ? അതോ എനിക്കറിയാവോ എന്ന് പരീക്ഷിക്കാന്നോ? നിങ്ങളെ പാടാനും കൂടെ വിളിച്ചതല്ലേ? പിന്നെ ചെറുതായിട്ട് പാടാറ്, വലുതായിട്ട് അങ്ങ് പാടും. മണ്ണാകും ഈ ശരീരം, മണ്ണോടു ചേർന്നാലുമേ മണ്ണാകും ഈ ശരീരം, മണ്ണോട് ചേർന്നാലുമേ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. ദൈവ കാഹളം ധ്വനിച്ചിടുമ്പോൾ തേജസ്സിൽ ഉയർക്കുമേ. വിശുദ്ധരെല്ലാരും പിൻ തേജസ്സിലെപ്പോഴും, വിശുദ്ധരെല്ലാരും പിൻ തേജസ്സിലെപ്പോഴും കർത്തൻ തന്റെ സന്നിധിയിലെന്നും മോദിക്കും, കർത്തൻ തന്റെ സന്നിധിയിലെന്നും മോദിക്കും. അപ്പൊ ശ്രദ്ധിക്കുക, ഒന്ന് ഈ ശരീരം ഒരു ഭവനമാണ്. ഇത് ദൈവം സൃഷ്ടിച്ചതാണ്. എന്തിനാ? ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ. ഈ ശരീരത്തിൽ, ഈ ഭവനത്തിൽ ആവശ്യമില്ലാത്തതൊന്നും വന്ന് കയറരുത്. മദ്യം ഈ ഭവനത്തിനകത്ത് വരരുത്. പുകവലി, ലഹരി പദാർത്ഥങ്ങൾ, ലോകത്തിന്റെ ഇമ്പങ്ങൾ, ലോകാഡംബരങ്ങൾ ഒന്നും ഈ ഭവനത്തിനകത്ത് വരരുത്. ഇതിനകത്ത് സ്തുതിയും സ്തോത്രവും ദൈവത്തിന് മഹത്വവും പുകഴ്ചയും നിരന്തരം ഉയർന്നുകൊണ്ടിരിക്കണം. ഈ ശരീരത്തിൽ, ഈ ഭവനത്തിൽ അധികം പ്രശംസിക്കുകയും ചെയ്യരുത്. സ്തോത്രം. മനുഷ്യനെ ആശ്രയിച്ച് ജഡത്തെ തന്റെ ഭുജമാക്കി ഹൃദയം കൊണ്ട് യഹോവയെ വിട്ടുമാറുന്ന മനുഷ്യൻ ശപിക്കപ്പെട്ട്. ഇതിലൊത്തിരി പ്രശംസിക്കരുത്. പ്രശംസിച്ച പുള്ളിയെ ഒറ്റ രാത്രി കൊണ്ട് ചെയ്തത് അറിയാമല്ലോ. സ്തോത്രം. ഞാൻ പണിത മഹതിയ ബാബേലല്ലയോ, എൻ്റെ കൈമിടുക്കുകൊണ്ട്. നിന്റെ കൈമിടുക്കുണ്ടെന്ന് നേടിയെന്ന് നീ പറയുകയും ചെയ്യരുത്. ഇതിലധികം പ്രശംസിക്കരുത്. പൗലോസ് പറഞ്ഞു, എനിക്ക് ജഡത്തിൽ പ്രശംസിപ്പാനൊക്കെ വകയുണ്ട്. 8-ാം നാളിൽ പരിച്ഛേദനയേറ്റവൻ ബെന്യാമീൻ ഗോത്രജൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി നിമിത്തം സഭയെ ഉപദ്രവിച്ചവൻ, ന്യായപ്രമാണത്തിലെ നീതി സംബന്ധിച്ച് അനന്തിന, പിന്നെ റോമാ പൗരത്വം. അത് കാശ് കൊടുത്ത് മേടിച്ചതല്ല, ജന്മനാ കിട്ടിയതാ. സെന്നിദ്രി സംഘത്തിലെ അംഗമാണെന്നും കപ്പലുണ്ടായിരുന്നെന്നും കപ്പലുടമസ്ഥന്റെ മകനായിരുന്നെന്നും വെക്കല കോടിക്കണക്കിന് സ്വത്തുള്ള ആളായിരുന്നു. അവ പ്രശംസിപ്പാൻ ഒത്തിരി വകയുണ്ട്. പക്ഷേ ഡമസ്കസിന്റെ പടിക്ക വെച്ച് യേശു ക്രിസ്തുവിനെ ദർശിച്ചു കഴിഞ്ഞപ്പോൾ നട്ടുച്ച നേരത്ത് സൂര്യനേക്കാൾ കവിഞ്ഞ പ്രകാശത്തിന് വഴിപ്പെട്ട്
ആമൻ കയറിയ വാഹനമൃഗത്തിന്റെ പുറത്തു നിന്ന് താഴെ വീണ് കണ്ണിന്റെ കാഴ്ചയെല്ലാം പോയി. നീ ആരാ കർത്താവ് എന്ന് ചോദിച്ചപ്പോൾ നീ ഉപദ്രവിക്കുന്ന നസറയനാകുന്ന യേശുവിനെ കണ്ടു. അതുകൊണ്ട് ആ കൊരിന്ത്യലേഖനം പറഞ്ഞത്, ഒടുവിൽ അകാലപ്രജമുള്ള എനിക്കും അവിടുന്ന് പ്രത്യക്ഷപ്പെട്ടു. അഗ്രിപ്പാവിനോട് പറഞ്ഞു, അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിച്ചില്ല. യേശുവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ താൻ നേരത്തെ പ്രശംസയായിട്ട് ഇതെല്ലാം ചപ്പന്നും ചവർന്നും എണ്ണി. ഒടുവിൽ പറയോ, എനിക്കോ നമ്മുടെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. ഒരു വ്യക്തി പ്രശംസിക്കേണ്ടത് ക്രൂശിലാണ്. അതെന്തിനായി ക്രൂശിൽ പ്രശംസിക്കുന്നത്? ഒത്തിരി കാര്യമുണ്ട്. 2 കാര്യം പറഞ്ഞാൽ ഭാഗം വിട്ടേക്കാം. എനിക്ക് നിങ്ങൾക്കും വല്ലതും പ്രശംസിപ്പാനുണ്ടെ കാൽവറി ക്രൂശിലാണ്. എന്താ നമുക്ക് ക്രൂശിൽ പ്രശംസിപ്പാൻ കാരണം? ഒന്ന്, ക്രൂശിൽ വെച്ച് ആ ശത്രുത്വം ഇല്ലാതാക്കിയത്. നിങ്ങളുമെല്ലാം ശത്രുക്കളായിരുന്നു. അങ്ങോട്ട് ചെല്ലാനും ദൈവത്തോട് അടുക്കാനും അങ്ങോട്ടൊന്നും കയറാനും ഒരു അനുവാദവുമില്ലായിരുന്നു. ശത്രുക്കളാണ്, പാപികളാണ്. റോമാലേഖനം 5-ാം അധ്യായത്തിൽ നമ്മൾ എങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മളെ സ്നേഹിച്ചത്? 1, ശത്രുക്കളായിരുന്നപ്പോൾ അവിടുന്ന് സ്നേഹിച്ചു. 2, നാം ബലഹീനരായിരുന്നപ്പോൾ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു. 3, നമ്മൾ അഭക്തരായിരുന്നപ്പോൾ നമ്മളെ സ്നേഹിച്ചു. നമ്മുടെ ഭക്തി കൊണ്ടൊന്നും സ്നേഹിച്ചതല്ല, അഭക്തരായിരുന്നു. സ്തോത്രം. നമ്മൾ പാപികളായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ചു. അതാ കാൽവറിയിലെ സ്നേഹം. ആ സ്നേഹം അനുഭവിച്ച ദൈവമക്കൾ ക്രൂശിൽ പ്രശംസിക്കണം. എന്താ ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം? ക്രൂശിൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. 2, ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം ക്രൂശിൽ വെച്ച് ആ രക്തം ചൊരിഞ്ഞത്. എൻ്റെയും നിങ്ങളുടെയും പാപം പരിഹരിക്കുവാൻ അവിടുത്തെ പരിശുദ്ധ രക്തം ക്രൂശിൽ ചൊരിഞ്ഞു. അതുകൊണ്ടാണ് ക്രൂശിൽ പ്രശംസിക്കുന്നത്. 3, ക്രൂശിൽ പ്രശംസിക്കാൻ കാരണം ക്രൂശിൽ വെച്ച് ആ ജയോത്സവം കൊണ്ടാടി. ഇന്ന് രാത്രി പരാജയത്തിൻ്റെ പടുകുടിയിൽ കിടക്കുന്ന എനിക്ക് നിങ്ങൾക്കും രക്ഷ വരുത്തിയതും വിജയം തന്നത് ക്രൂശിലാണ്. ജഡത്തിൽ പ്രശംസിക്കരുത്. അതുകൊണ്ട് ഈ ജഡത്തിൽ പ്രശംസിക്കരുത്. ഇത് നശിച്ചു പോകുന്നതാ, ഇത് നിലനിൽക്കുന്നതല്ല. 4 വിരലെ മർത്യനായൂസോ നിൽക്കുന്നോരെല്ലാം മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം മായ. 4 വിരലെ മർത്യനായൂസു നിൽക്കുന്നോരെല്ലാം നിഴലിൽ നടമൂതങ്ങൾ കഴിക്കുന്ന കഥ പോലെ. നിഴലിൽ നടമൂതങ്ങൾ കഴിക്കുന്ന കഥ പോലെ. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും. ഒരിക്കലേവനും മരിക്കും നിർണയം ഒരുങ്ങെല്ലാവരും. വയസ്സും ശിശുവും മരിക്കുന്നില്ലയോ ലോകേ. മതി. ഇങ്ങനെ നമ്മളെല്ലാവരും മരിക്കും. അല്ല, ഞാൻ ഇവരെ ഒന്നും പറയല്ല. ഇപ്പോൾ ഈ പഴയ പാട്ട് മിക്കവർക്കും അറിയത്തില്ല. പണ്ടൊക്കെ മരണ വീടുകളിലെ ഡെഡ് ബോഡി രാത്രി കൊണ്ടുവന്നാൽ ഇത് നമ്മൾ പാടിയേ പറ്റൂ. അതൊരു ശുശ്രൂഷയും കൂടാ. ഞാനിപ്പോഴും പോകും അങ്ങനെയുള്ളിടത്തൊക്കെ. പിന്നെ വിളിക്കോളം ഇരുന്ന് പാട്ട് പാടും. അതുകൊണ്ട് ചില പാട്ടുകളൊക്കെ നല്ല തിട്ടവാണ്. ഇപ്പം പിന്നെ ഇവരെന്നല്ല, പാട്ടുകാർക്ക് നമ്മൾ കോൺട്രാക്ട് ബേസിൽ കൊടുക്കുന്നുണ്ട്. അവർക്കൊരു 3-4 പാട്ടുണ്ട്. അത് അവരങ്ങ് പാടിക്കോളും. നമ്മളിത് കേട്ടിരുന്നാൽ മതി. സ്തോത്രം. അത് കുഴപ്പമില്ല, മതി. പക്ഷേ പഴയ പാട്ടുകളൊന്ന് പാടിക്കേ, നമുക്ക് നമ്മുടെ ജീവിതത്തെ ഒന്നുകൂടെ കാണാനും പരിശോധിക്കാനും ഒന്നുകൂടെ സമർപ്പിക്കാനും ഒന്നുകൂടെ വിധേയപ്പെടുത്താനും ഒക്കെ നമുക്ക് വളരെ നല്ലതാണ്. ആട്ടെ, എന്തായാലും ഒരു കാര്യം പറയാം. ഇത് ഒരു ഭവനമാണ്. ഈ ഭവനത്തിൽ അധികം പ്രശംസിക്കരുത്, ഇത് തകർന്നു പോകും. ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം. ഈ ശരീരം ഒരു ഭവനമാ, ഇത് ചമച്ചവൻ ദൈവമാ. 2, ഈ ശരീരമാകുന്ന ഭവനം ഈ ഭൂമിയിൽ മരണം വരെ ദൈവമക്കളോട് ബന്ധപ്പെട്ട് കാഹളത്തിന്റെ ശബ്ദം കേൾക്കുന്നത് വരെ മഞ്ഞും മഴയും കാറ്റും മറ്റ് കെടുതികൾ ഏശാതെ പാർക്കുവാൻ നമുക്കൊരു ഭൗമിക ഭവനം ആവശ്യമാണ്.
അത് മനുഷ്യൻ്റെ സാഹചര്യവും അവനവൻ്റെ രീതികളും പണത്തിൻ്റെ സാഹചര്യമൊക്കെ മനസ്സിലാക്കി ഒരു ഭവനം ആവശ്യമാണ്. ഇന്ന് രാത്രി ഭവനമില്ലാത്ത ആരേലും ഇവിടെ ഉണ്ടെങ്കിൽ ദൈവം നിങ്ങൾക്ക് ഭവനം തരും. മരണം വരെയും കാകളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നത് വരെ ഈ ഭൂമിയിൽ പാർക്കാൻ ഒരു ഭവനം ആവശ്യം. മനുഷ്യൻ്റെ എല്ലാ ആഗ്രഹം അതാ, ഒരു ഭവനം. വിശേഷിച്ച് സഹോദരിമാർക്ക് വളരെ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാം. ഒരു ഭവനം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഭവനം, ഒരു വീട് നമുക്ക് ആവശ്യമാണ്. പക്ഷെ ആ വീട് പണിയുന്നത്, ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ബിൽഡിങ് ഞങ്ങൾ സഹോദരന്മാർ പണിത് തരും, പക്ഷേ ഭവനം പണിയേണ്ടത് സഹോദരിമാരാണ്. ബിൽഡിങ് ഞങ്ങൾ പണിത് തരും സഹോദരന്മാർ, ഇഷ്ടികയും മണ്ണും കമ്പിയും സിമെന്റും അതിൻ്റെ സാധനങ്ങളെല്ലാം ചുമക്കുകയും എടുക്കുകയും ഒക്കെ നമ്മൾ ചെയ്യും. പക്ഷേ ആ ഭവനം പണിതെടുക്കേണ്ടത് നിങ്ങളാണ്. അത് ഞങ്ങളെ അല്ല കൂടുതൽ ഏൽപ്പിച്ചിരിക്കുന്നത്, നിങ്ങളെയാ. സ്തോത്രം, നിങ്ങളെയാ. സദൃശവാക്യത്തിൽ സാമർത്ഥ്യമുള്ള സ്ത്രീയെ പറ്റി പറയുന്നുണ്ടല്ലോ, പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെല്ലാം പറഞ്ഞാൽ പണക്കം വരും. ഒരു ഭവനം പണിതെടുക്കുന്നതിന് ഉത്തരവാദിത്വം സ്ത്രീകൾക്കാണ്. അതിലെയോ പട്ടണവാതിൽക്ക് വെച്ച് ബോവസിന്റെ വിവാഹം കഴിഞ്ഞപ്പോൾ രൂത്തിനെ വേളി കടിച്ചു. അപ്പോൾ പട്ടണത്തിലെ മൂപ്പന്മാര് പറയുന്നൊരു സാക്ഷ്യമുണ്ട്. 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തില, ആ രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യത്തിൽ പട്ടണത്തിലെ മൂപ്പന്മാര് വന്ന് ബോവാസിനോട് പറയുന്ന ആ ഭാഗമാണ് 4-ന്റെ 11. താളിഞ്ഞോട്ട് വരയ്ക്കും മേളില് വായിച്ചേ. അതിന് പട്ടണവാതിക്കലിരുന്ന സകല ജനവും, പട്ടണവാദിക്കുന്ന സകല ജനവും മൂപ്പന്മാരും പറഞ്ഞത് ഞങ്ങൾ സാക്ഷികൾ. പിന്നെ ബോവസായി കല്യാണത്തിന് ഞങ്ങള് സാക്ഷികളാ. കല്യാണത്തിന് സാക്ഷി വേണം, അല്ല ഓട്ടോ കയറ്റി ഓടുകയല്ല. ഷൂൾ ഓടിക്കുമ്പോൾ നീ ഇറങ്ങി വരണം, ഞാൻ ഓട്ടോയായിട്ട് താഴെ നിൽക്കും. പിന്നെ എവിടെയെങ്കിലും 3-4 കൊല്ലം കഴിഞ്ഞേച്ച് പിന്നെ തിരിച്ചവർ വരും. എവിടെയായിരുന്നു? നോർത്ത് ഇന്ത്യയിലായിരുന്നു, വേലയായിരുന്നു. ആയിക്കോട്ടെ, നല്ല വേല. സാക്ഷി വേണം. നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന സ്ത്രീയെ, ഇതിന് ഞങ്ങള് സാക്ഷികള്. അല്ല, വിവാഹ ശുശ്രൂഷ നടത്തുമ്പോൾ അത്യാവശ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം, വളരെ സൂക്ഷിക്കണം. ആൾക്കാരെ വെട്ടിനകത്ത് കൊണ്ടാക്കുന്നുണ്ട്. ഒന്നും പറഞ്ഞില്ല, പേര് പറഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാ. സ്റ്റേജിൽ ചെന്നിരിക്കുമ്പോൾ നടത്താനൊക്കെ നടത്താതിരിക്കാൻ പറ്റുമോ? എന്തോ ചെയ്യും? അതുകൊണ്ട് ഞാൻ ഉപദേശിമാരോട് പറയും, കല്യാണം നടത്തുമ്പം പെണ്ണിനോടും ചെറുക്കനോടും നേരത്തെ കാര്യമൊക്കെ പറയണം, അന്വേഷിക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ഇത് നേരായ മാർഗമാണോ അതോ പരിവക്കേടാണോ? നമ്മൾ വെട്ടിനകത്ത് വീണാൽ എന്നാ ചെയ്യും? കേസും ഉണ്ടാകും. കല്യാണം നടത്തില്ലെന്നേ ഉള്ളൂ. അവസാനം പിന്നെ കോടതിയിൽ നിന്ന് ഇറങ്ങാൻ, സഭായം നടത്താൻ ഭാഷ എന്ത് ചെയ്യുക? ഭാഷ കോടതി വരാതെ കിടപ്പുണ്ട്. അതിനാ ഒരാഴ്ചയായിട്ട് അവിടെ തലയണയും പായും ഞങ്ങൾ ഇന്നലെയും കൊണ്ട് കൊടുത്തു. ഒരു കല്യാണം നടത്തിയതാ. അത് പാടില്ല, സൂക്ഷിച്ചറിഞ്ഞിരിക്കണം. വിശേഷിച്ച് പെൺകുട്ടികളെയൊക്കെ ഒരുക്കിക്കൊണ്ട് വരുമ്പോൾ അത് കർക്കശമായിട്ട് പറയണം, വീട്ടുകാരോടും പറയണം. ഇന്ന രീതി അത് യോഗ്യമായിരിക്കണം. സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? മിണ്ടാൻ പറ്റുമോ? നേരത്തെ എൻ്റെ അഭിപ്രായം പറഞ്ഞാൽ ലിഖിതമായിട്ട് എഴുതി വെക്കണം. എഴുതി വെച്ച് ഒപ്പൂടെ മേടിക്കേണ്ട കാലം വന്നിരിക്കുക. വേണ്ടേ? ഒപ്പൂടെ മേടിക്കും. അല്ല, അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. പണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, പഞ്ചായത്ത് ഇലക്ഷന് ഒരുത്തം വന്ന് നിൽക്കുക സ്ഥാനാർത്ഥിയായിട്ട്. ഞങ്ങളുടെ നാട്ടിൽ യുക്തിക്ക് മറുപടി പറയുന്ന ഒരാളുണ്ട്, മിടുക്കനാ പുള്ളി. നാട്ടിലൊരു ചെറിയ പ്രമാണിയാണ്. അവൻ ചാരു കസേരയിൽ ഇങ്ങനെ മുറ്റത്ത് കിടക്കുക, ഇളം കാറ്റ് കൊണ്ട്. 4 മണി കഴിഞ്ഞു, വെയിലാറി, പുള്ളി ഇങ്ങനെ കിടക്കുക. അപ്പം സ്ഥാനാർത്ഥിയായിട്ട് 5-8-10 പേര് വന്നു. പുള്ളി നാട്ടിലൊരു പ്രമാണി ആയതുകൊണ്ട് പുള്ളിയുടെ ചേട്ടാ, പുള്ളി കണ്ടു ഇലക്ഷൻ്റെ കാര്യമൊക്കെ അറിഞ്ഞു. പിന്നെ നമ്മുടെ സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കണം. ആരാ സ്ഥാനാർത്ഥി? പുള്ളിയെ കസേര കിടന്നുകൊണ്ട് ചോദിച്ചു. എടാ ഇങ്ങോട്ട് വാ, ഇവനാ നമ്മുടെ സ്ഥാനാർത്ഥി. പുള്ളിക്ക് എല്ലാവരെയും അറിയാമല്ലോ. അപ്പം വന്നവർ പറഞ്ഞു, ചേട്ടൻ്റെയും ചേച്ചിയുടെ വോട്ട് തരണം. പുള്ളി പറഞ്ഞു, എൻ്റെ വോട്ടും തരാം, ശാന്തയുടെ വോട്ടും തരാം. എൻ്റെ അനിയനും അനിയത്തിയും അമ്മയുണ്ട്, അവരുടെ 3 പേരുടെ വോട്ടുകൂടെ തരാം. വന്നവർക്ക് സന്തോഷമായിട്ട് 2 വോട്ടിന് ചെന്നപ്പോൾ പുള്ളി 5 തന്നു. അത് പുള്ളി അടുത്ത ഡയലോഗ്, ഈ ഏരിയയിൽ താമസിക്കുന്നില്ല, എനിക്ക് വേണ്ടപ്പെട്ടവരെ ഞാൻ പറഞ്ഞാൽ കുറേയൊക്കെ അംഗീകരിക്കുന്നില്ല, ഒരു 65 വോട്ടുകൂടെ മേടിച്ച് തരാം. 2 വോട്ടിന് ചെന്നതാണ്. അപ്പം 65-5
70. വന്നവർക്ക് ഭയങ്കര സന്തോഷം. അയ്യോ, 2 വോട്ടിന് ചെന്നപ്പോൾ പുള്ളി 70 വോട്ട്, ഭൂരിപക്ഷം ഒരു വാർഡിൽ 70 വോട്ട് കിട്ടിയാൽ ജയിക്കുക. എന്നാ ചേട്ടാ ഞങ്ങൾ പോട്ടെ. അല്ലേ, പോരുത് അവിടെ നിൽക്ക്. ഒരു കണ്ടീഷനുണ്ട്. എന്താ? കാശ് വല്ലതും ചോദിക്കുന്നതാണ് ഓർത്തത്. അപ്പോൾ അവരിൽ അടിച്ച് ആരാ സ്ഥാനാർത്ഥി? ഇവൻ. ഒറ്റ കണ്ടീഷനേ ഉള്ളൂ. ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് ഈ മണ്ണയിലോട്ട് മലയാളത്തിൽ എഴുതി വെച്ച് പൊക്കോ, 70 വോട്ടിന് ജയിപ്പിച്ചേക്കാം. മനസ്സിലായില്ല? ബ്ലോക്ക് പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് മെമ്പർ എന്ന് മലയാളത്തിൽ, ഇംഗ്ലീഷ് വേണ്ട, മലയാളത്തിൽ ഈ പച്ച മണ്ണിലോട്ട് സ്ഥാനാർത്ഥി എഴുതി വെച്ച് പൊക്കോ, 70 വോട്ടിന് പറഞ്ഞിട്ട് പുള്ളി കസേര കിടന്ന് കണ്ണടച്ച് കിടന്നു. കണ്ണു തുറന്ന പൊറ്റി ഒരുത്തനില്ല. അപ്പൊ പുള്ളിയുടെ ചോദ്യം ഏതാ? എഴുത്തുമായനെ അറിയാത്തവനെയാണ് നമ്മൾ ജയിപ്പിച്ചങ്ങോട്ട്? അല്ല, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. വളരെ സൂക്ഷിക്കണം. നമ്മുടെ വിഷയത്തിൽ വരാം. ഒരു ഭവനം പണിതെടുക്കുന്നത് നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ, അങ്ങനെ നിന്റെ വീട്ടിൽ വന്നിരിക്കുന്ന ഈ സ്ത്രീയെ യഹോവ റാഹേലിനെ പോലെയും യഹോവ റാഹേലിനെ പോലെ ലേയായെ പോലെ ആക്കട്ടെ. അടുത്തത്, അവർ ഇരുവരുമല്ലയോ ഇസ്രായേൽ ഗൃഹം പണിതത്. ഒരു ഭവനം പണിതെടുക്കുന്നത് ദൈവം കഴിഞ്ഞാൽ സഹോദരിമാരാ. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയാ. ബിൽഡിംഗ് ഞങ്ങൾ പണിത് തരും, ആ ഭവനം പണിതെടുക്കുന്നത് നിങ്ങളാ. ദൈവകൃപയെ ശരണപ്പെട്ട് നിങ്ങളെ ഏൽപ്പിച്ച ഭവനം നന്നായിട്ട് പണിതെടുക്കണം. മറുവശമുണ്ട്, ഭവനം പൊളിക്കുന്നത് നിങ്ങളാ. പിന്നെ 14:1 സദൃശവാക്യം പെട്ടെന്ന് വായിച്ചു. അറിവുള്ള വാക്യം എങ്കിലും പെട്ടെന്ന് വായിച്ചോ. ആരിലും അത്യാവശ്യം പോകുന്നവർ അതുകൂടെ കേട്ടോണ്ട് പോയിക്കോട്ടെ. പെട്ടെന്ന് 14:1. സ്ത്രീകളിൽ ജ്ഞാനമുള്ളവൾ തന്റെ വീട് പണിയുന്നു. ജ്ഞാനമുള്ളവൾ വീട് പണിയുന്നു. ഭോഷത്വമുള്ളവളോ അത് സ്വന്തം കൈകളാൽ പൊളിച്ചളയും. അവള് സ്വന്തം കൈ കൊണ്ട് പൊളിച്ചു കളയും. അപ്പുറത്തുകാരൻ കൂടോത്രം ചെയ്തതല്ല നിന്റെ വീട് പൊളിയാൻ കാര്യം, നിന്റെ ഭോഷത്വമാണ്. അവര് ആഭിചാരം ചെയ്തതൊന്നുമല്ല, നിന്റെ ഭോഷത്വമാണ്. അപ്പോൾ ഒരു വീട് പണിതെടുക്കുന്നത് നിങ്ങളാ, ദൈവം കഴിഞ്ഞാൽ. ആട്ടെ, നമുക്കൊരു ഭവനം ആവശ്യമാണ്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭവനമില്ല ഭാരപ്പെടുന്നെങ്കിൽ ദൈവം യോഗ്യമായ ഭവനം തരുവാൻ വിശ്വസ്തൻ. ഏത് ഭവനവും ചമപ്പാൻ ഒരാൾ വേണം. പക്ഷെ ഒരു കാര്യം പറയാം, ഈ ഭവനം കിട്ടിക്കഴിഞ്ഞ് പിന്നെ കൂട്ടായ്മയ്ക്കും പ്രാർത്ഥനയ്ക്കും വരാതിരിക്കരുത്. അങ്ങനെയുള്ള ചില ആൾക്കാരെ അറിയാം. പണ്ട് വീടും ചുറ്റുപാടുമില്ല, ചെറ്റപ്പര ആനവായം വര, ചെറ്റ തട്ടിയച്ചൊരു ക്രോസ്, ഒരു കമ്പർ, ആ പൂട്ട്. പണ്ട് 3 അടുപ്പുകല്ല് അങ്ങനെ മൂലയെ വെച്ചിട്ടുണ്ട്. പൊട്ടക്കലം, ചട്ടി, മൺചട്ടിയും പൊട്ടക്കലും. ഒരു കലം പൊട്ടിയതിനകത്ത് പിന്നെ തുണി തിരികെ കയറ്റി. കണ്ടിട്ടില്ലേ? എല്ലാം ബ്രിട്ടനിൽ നിന്ന് വന്നതാ. ഈ യോഗത്തിന് ബക്കിംഗ്ഹാം പാലസിൽ നിന്ന് മിനി ഞാൻ അമ്മാമ്മ ഇങ്ങോട്ട് നിന്റെ കൂറ ചട്ടിയും എത്ര ചട്ടി പൊട്ടി. അല്ലെ, മംഗലം കിഴിഞ്ഞപ്പോൾ തുണി തിരികെ കയറ്റി വെച്ച്. ഞാൻ തമാശ ഒന്നും പറഞ്ഞതല്ല, ഇല്ലേ മേ? സത്യം പറ. കറച്ചട്ടിയുടെ വങ്കും പോയതാ, എന്നാലത് ചരിച്ചു വെച്ചാ കൂട്ടാൻ വെച്ചത്. ഞാൻ തമാശ പറഞ്ഞതല്ല. എന്നാ ഇപ്പം സോസ് പാനും പിന്നെ വേറെ ഒക്കെ ഉണ്ടല്ലേ, നോൺ സ്റ്റിക്ക് കൊള്ളാം. പറയട്ടി എത്ര എണ്ണമായിരുന്നു ചാരി വെച്ചത്? തമാശ പറഞ്ഞതല്ല. അന്ന് നമുക്ക് ദോശക്കല്ലും വല്ലതും ഉണ്ടോ? ഉള്ള ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങളുടെ അവിടെ ഒറോട്ടി എന്നാണ് പറയുന്നത്. ആ വറചട്ടി വെച്ചേച്ച് കൈകൊണ്ട് തന്നെ നല്ല രുചിയായിരുന്നു കേട്ടോ, പണ്ട് കാലമേ. അതിൽ നിന്നൊക്കെ ദൈവം നിനക്കിപ്പോൾ നന്മ തന്നു. നല്ല വീടായി, ചുറ്റുപാടായി, സാഹചര്യമൊക്കെ തന്നു. ഈ വീടുമൊക്കെ നന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇപ്പൊ ചിലർ യോഗത്തിന് വരികയില്ല. പണ്ട് ആനവായം വരെ ചെറ്റ തട്ടി കാപ്പിക്കമ്പ് ക്രോസ് വെച്ച് പൂട്ട്. ഇന്ന് ഈട്ടിയുടെയും തേക്കിൻ്റെയൊക്കെ നല്ല കഥക, ഭയങ്കര കട്ടളയും കഥവും ഒക്കെ. 1 പൂട്ടി 2 പൂട്ടി ഇടിച്ചു നോക്കി ഇല്ലേ? എന്നിട്ട് പിന്നെയും പകുതി വന്നപ്പം താക്കോല് ഞാൻ. ദൈവം നിനക്ക് നന്മ തരുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുത്തോണം. ഞാൻ ദീർഘമാക്കുന്നില്ല, ഓടിച്ചങ്ങ് നിർത്തുക. 2ാമത്തെ ഭവനം, ഈ ശരീരമാകുന്ന ഭവനം മഞ്ഞും
മഴയും കാറ്റും മറ്റ് ശീതവും ദോഷവും ഏൽക്കാതിരിക്കാൻ ഈ മരണം വരെ കാകളതുണി വരെ ഇവിടെ പാർക്കുവാൻ ഒരു ഭവനം, ഭൗമിക ഭവനം ആവശ്യമാണ്. അത് തരുവാൻ ദൈവം വിശ്വസ്തനുമാണ്. ആ ഭവനത്തിൽ നീ അധികം പ്രശംസിക്കരുത്. ലത്തൂരിലെ ഭൂകമ്പം നമുക്കറിയാം, ചെറുതായിട്ടൊന്ന് അനങ്ങിയതേ ഉള്ളൂ, പപ്പടം പൊടിയും പോലെ പൊടിഞ്ഞു. അതിലും പ്രശംസിക്കരുത്. പ്രശംസിക്കുന്നവൻ ദൈവത്തിൽ പ്രശംസിക്കണം. ഈ 2 ഭവനം ലഭിച്ചു. ഒന്ന് ഈ ഭവനം, 2 ഇത് പാർക്കുവാൻ വേറൊരു ഭവനം, അതും യോഗ്യമായി കിട്ടി. അങ്ങനെ ആയുസ് തീരാനല്ല ദൈവത്തിൻ്റെ പദ്ധതി. 3-മതൊരു ഭവനത്തിലേക്ക് എല്ലാവരും വരണം. ആ ഭവനം മറ്റൊന്നുമല്ല, സഭയാകുന്ന ഭവനം. സ്തോത്രം. സഭയാകുന്ന ഭവനം. ദൈവസഭ ഒരു ഭവനമാ. വാക്യങ്ങൾ എടുത്ത് വായിക്കാൻ നേരമില്ല. കർത്താവിന് മഹത്വം. ദൈവസഭ ഒരു ഭവനമാ. ഈ ഭവനത്തിലേക്ക് എല്ലാവരും കടന്നു വരണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവർ, ദേശനിവാസികൾ, ശബ്ദപരിധികൾ, ദൂരത്ത് ചാരത്ത് ഒക്കെ ഇരുന്ന് കേൾക്കുന്നവർ 3-മത്തെ ഭവനത്തിൽ വരണം. ഈ 2 ഭവനത്തിൽ ജീവിച്ച് നീ തീർന്നു പോകാനല്ല ദൈവത്തിന്റെ പദ്ധതി. അങ്ങനെ 2 ഭവനത്തിലും ജീവിച്ച് തീർന്നത് കൊണ്ട് നിത്യതയിലെത്തത്തില്ല. 3-മതൊരു ഭവനത്തിൽ എല്ലാവരും വന്ന് പ്രവേശിക്കണം. ആ ഭവനം മറ്റൊന്നുമല്ല, സഭയാകുന്ന ഭവനം. ആ ഭവനത്തിൽ അംഗത്വം ലഭിക്കുവാൻ, പ്രവേശിക്കുവാൻ എന്താണ് മാർഗം? 1-മത്തെ മാർഗം, നീ രക്ഷിക്കപ്പെടണം. യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കണം. മറ്റൊരുത്തനും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രം രക്ഷിതാവ്. രക്ഷിക്കപ്പെടുക മാത്രമല്ല, രക്ഷിക്കപ്പെട്ട ദൈവമക്കൾ മുഴുവൻ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. എങ്ങനെ? പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ മുങ്ങണം. തളിച്ചാ പോരാ. ഡവറായിക്കാലത്ത് വെള്ളം എടുത്തിങ്ങനെ തളിക്കുന്നൊന്നുമല്ല സ്നാനം. സ്തോത്രം. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. സ്നാനപ്പെട്ട് സഭയോട് ചേരണം, യേശുവിനോട് ചേരണം, യേശുവിനെ ധരിക്കണം, യേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനത്തോട് ഏകീഭവിക്കണം. സ്നാനമോ ജഡത്തിൻ്റെ അഴുക്ക് കളയാനല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കാ. ആമേൻ. സ്തോത്രം. ഇത് ദൈവത്തിൻ്റെ നീതിയാ, ഇത് ദൈവത്തിൻ്റെ കൽപ്പനയാ, ഇത് ദൈവത്തിൻ്റെ പ്രമാണമാ. യേശു മാതൃകയും കാണിച്ചു തന്നു. ഇന്ന് രാത്രി ആ 3-മത്തെ ഭവനത്തിലേക്ക് എല്ലാവരും വരണം. 5 പൈസ മുടക്കണ്ട, കാശ് മുടക്കണ്ട, മൈല് നടക്കണ്ട, ഭൗതിക വസ്തുക്കൾ, ഒന്ന് കോഴിയും കൊടുക്കണ്ട, നെല്ലും കൊടുക്കണ്ട, അരിയും കൊടുക്കണ്ട, തുണിയും കൊടുക്കണ്ട, മണിയും കൊടുക്കണ്ട, ഒരു ഭൗതിക വസ്തുക്കൾ കൊടുക്കണ്ട, വസ്തുവും കൊടുക്കണ്ട, ഒന്നും വേണ്ട. ഇവിടെ ദൈവത്തിന് 5 സെന്റ് കൊടുത്തേച്ച് ആള് കളിച്ചിരിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം പുറമ്പോക്കി കിടക്കുകയല്ലേ? എടാ, ഭൂമിയും അതിന്റെ പൂർണ്ണതയും ഭൂതലവന്റെ നിവാസികൾ യഹോവയ്ക്കുള്ളതാ. വിഡ്ഢി, നീ അന്നേരം 5 സെന്റ് കൊടുത്തേച്ച് സഭയിൽ ആള് കളിക്കുക. അതാരാ? ശീലാന്തിയിൽ ഇരിക്കുന്ന അച്ചായൻ. അച്ചായൻ സഭയ്ക്ക് സ്ഥലം കൊടുത്ത അച്ചായന. താഴെ ഇരിക്കുകയല്ലേ? ഇല്ല, പുള്ളി എപ്പോഴും ശീലാന്തിയല്ല. ഓട്ടാ. എടാ, ഈ ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും എല്ലാം ദൈവത്തിൻ്റെതാ. ദാവീദ് പറഞ്ഞത് നിന്റെ മുഴുവൻ നിൻ്റെതാ. നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി വൃത്തിയായിട്ട് തരുന്നുമില്ല. ഇത് മുഴുവൻ ദൈവത്തിൻ്റെതാ. നിന്റെ പൈസയൊന്നും ദൈവത്തിന് വേണ്ട, നിന്റെ വസ്തുവും ദൈവത്തിന് വേണ്ട, നിന്റെ കോഴിയും വേണ്ട, കോഴിയുടെ മുട്ടയും വേണ്ട, പൂവൻകോഴിയും വേണ്ട, വടക്കോഴിയും വേണ്ട. ദൈവത്തിന് നിന്നെ മതി. ഇന്ന് രാത്രി ദൈവകരങ്ങളെ സമർപ്പിക്കേ, യേശുവിനായി സമർപ്പിക്ക്. 3-മത്തെ ഭവനം ദൈവസഭയാകുന്ന ഭവനം. ആ ഭവനത്തിൽ നീ വരണം. ഈ ഭവനത്തിൽ വന്നാൽ ഭവനത്തിൽ എന്തൊക്കെ ഉണ്ട് എടുത്ത് വായിപ്പിക്കുന്നില്ല. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 14-ാം അധ്യായത്തിന്റെ 26 പഠിക്കുമ്പോൾ, ആകയാൽ എന്ത് സഹോദരന്മാരെ, നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട്, ഉപദേശമുണ്ട്, അന്യഭാഷയുണ്ട്, വ്യാഖ്യാനമുണ്ട്, വീര്യപ്രവൃത്തി, ഇതെല്ലാം ഈ ഭവനത്തിലുണ്ട്. ഈ ഭവനത്തിൽ വന്ന് ഇതെല്ലാം പൂജിച്ചും ആനന്ദിച്ചും സന്തോഷിച്ചും വേണം മുമ്പോട്ട് പോകാൻ. ഏത് ഭവനം ചമപ്പാൻ ഒരാൾ വേണം. ഈ 3 ഭവനത്തിൽ നീ വിശ്വസ്തയോടെ, കൃത്യതയോടെ, പരമാർത്ഥതയോടെ, പ്രമാണത്തോടെ പാർത്താൽ 4-മതൊരു ഭവനത്തിൽ നിന്നെ എത്തിക്കും. ആ ഭവനത്തിൽ എത്തിക്കാൻ ആ കർത്താവ് സ്വർഗത്തിലേക്ക് പോയേക്കുന്നത്. അവിടെ നിന്ന് പോകാൻ നേരത്ത് പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാ. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ ഇടയ്ക്ക് ചേർത്തുകൊള്ളും. ആമൻ. ഞാൻ നിങ്ങൾക്കൊരു വീടൊരുക്കാൻ പോകുക. ഇന്ന് രാത്രിയിൽ ഓർപ്പിക്കട്ടെ, നമുക്കൊരു ഭവനം ഉന്നതങ്ങളിൽ പണിയുന്നുണ്ട്. ഒരു കുഞ്ഞുങ്ങൾ പോലും അപകരിച്ചെടുക്കത്തില്ല. അത് ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല, ആരും കണ്ടിട്ടുമില്ല. ഒരു കുഞ്ഞുങ്ങൾ പോലും കാണാത്തൊരു ഭവനം നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ഉന്നതങ്ങളിൽ ഒരുക്കുന്നുണ്ട്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പീൻ, എന്നിലും വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലമുണ്ട്. ഇന്ന് രാത്രി ആ നല്ല ഭവനം ഒരുക്കാൻ നമ്മുടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി. അധികം താമസിക്കാതെ അവൻ തിരിച്ചു വരും. എന്തിന്? തിരുസഭയെ ചേർത്ത് ആ ഭവനത്തിലെത്തിക്കുവാൻ. ഇന്ന്
ഇന്ന് രാത്രി ആ ഭവനത്തിൽ ചെന്ന് ചേരുവാൻ നമുക്കൊന്ന് സമർപ്പിക്കാം. ആമേൻ, സ്തോത്രം. അതിനായി നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ഏത് ഭവനം ചുമപ്പാൻ ഒരാൾ വേണം. ഒന്നാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം. രണ്ടാമത്തെ ഭവനം ഈ ശരീരമാകുന്ന ഭവനം ഈ ഭൂമിയിൽ പാർക്കാൻ ഭൗമികമായ മെറ്റീരിയൽ കൊണ്ട് പണിത ഒരു ഭവനം. ആ ഭവനത്തിൽ ജീവിച്ച് തീരുകയല്ല. മൂന്നാമത്തെ ഭവനത്തിൽ എല്ലാവരും മരണം. അത് സഭയാകുന്ന ഭവനം. ആ സഭയാകുന്ന ഭവനത്തിൽ ചില പ്രമാണങ്ങളും ക്രമീകരണങ്ങളും വ്യവസ്ഥകളുമുണ്ട്. അതിൻ്റെ വ്യവസ്ഥയാണ് ഞാൻ പറഞ്ഞ്, മാനസാന്തരപ്പെട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിനെ പ്രാപിച്ച് തിരുമേശയെടുത്ത് കൂട്ടായ്മ ആചരിച്ച് പ്രാർത്ഥന കഴിച്ച് കർക്കശമായ വേർപാട് പാലിച്ച് നീ വിശ്വസ്തയോടെ ജീവിച്ചാൽ ആ നാലാമത്തെ നിത്യഭവനത്തിൽ നിന്നെ കൊണ്ടുനാക്കും. പ്രൈസ് ദി ലോർഡ്. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. സ്തോത്രം. നമുക്കിന്ന് രാത്രി അങ്ങ് പിരിഞ്ഞ് ഒരു പഴയ പാട്ടിന്റെ 2 ചരണങ്ങൾ കൈകളടിച്ച് നമുക്ക് പിരിക. മുത്തുമയമായി വിളങ്ങും പട്ടണമാണത് പുത്തൻ യെരൂശലേമയമായി വിളങ്ങും പട്ടണമാണ് തന്നെ. ഒരിക്കൽ കൂടി കരമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. ശക്തിയോട് ദൈവത്തെ സ്തുതിക്കാം. പാടിയ പാട്ടിന്റെ ഒരു വരി അറിയാവുന്നവർ ചേർന്ന് പാടിക്കോ. നാടില്ല നമുക്ക് ഉലകിൽ, വീടില്ല നമുക്ക് മരുവിൽ, സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാടും വീടൊന്നോ വീരവിൽ. ഓ സ്വർലോകത്തിൻ തങ്കത്തെരുവിൽ നാടും വീടൊന്നോ വീരവിൽ. കരമുയർത്തി ഹല്ലേലൂയ പാടാം. ജനമേ, യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ പ്രകാശിപ്പിച്ച് നിങ്ങളോട് കൃപയുള്ളവനാകട്ടെ. യഹോവ തിരുമുഖം നിങ്ങളുടെ മേൽ ഉയർത്തി നിങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. ഒരിക്കൽ കൂടി ഹല്ലേലൂയ പാടാം. ഹല്ലേലൂയ. എല്ലാവർക്കും ഇരിക്കാം. ഇന്ന് രാത്രി ഈ ശുശ്രൂഷയ്ക്ക് ഇവിടെ വരുവാൻ ദൈവം കൃപ നൽകി എന്നെ ക്ഷണിച്ച കർത്തദാസന് ചുമതലപ്പെട്ടവർക്കും വിശേഷിച്ച് വലിയേറിയ കർത്തദാസൻ ദാനിയേൽ അയിരൂർ അവർക്കും കൂടപ്പെട്ട ഈ ഫ്രണ്ടിലിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും നന്ദി. നിങ്ങൾ ഓർക്കുമ്പം എളിയവനെയും ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപ കൊണ്ടും നിങ്ങളെ പോലുള്ള അനേക ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് ഇന്ന് വരെ നിൽക്കുന്നത്. ഇനിയും നിങ്ങളുടെ എല്ലാം വിലപ്പെട്ട പ്രാർത്ഥന വളരെ അത്യാവശ്യമാണ്. ഓർക്കുമ്പോൾ എളിയവനെയും കുടുംബത്തെയും തിരുവല്ലായിൽ ഒരു കൂട്ടായ്മ കൊണ്ട് ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിച്ച് വാക്കിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വാക്യം വായിച്ച കർത്തദാസന് വളരെ നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഇപ്പോൾ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പ് നമ്മളെ സമർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ആൻഡോ പീറ്റർ അവരുകൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, നല്ല സമയത്തിന് നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സുവിശേഷ മഹായോഗത്തിൻ്റെ 1ാമത്തെ രാത്രികാലം കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സന്ദേശങ്ങൾ കേൾക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ ചെയ്തതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ദൈവിക സന്ദേശങ്ങൾ അറിയിപ്പം കർത്താവിൻ്റെ ദാസനെ ശക്തിയോടെ കർത്താവിൻ്റെ രാത്രികാലം ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ ദേശത്തിന് ആവശ്യമായിരിക്കുന്ന കടന്നു വന്നിരിക്കുന്ന ജനത്തിന് ആവശ്യമായിരിക്കുന്ന കർത്താവ് സന്ദേശം നൽകി തന്നതിനായി നന്ദി പറയുന്ന കർത്താവ് എല്ലാവരെയും കർത്താവ് അനുഗ്രഹത്തോടെ സമാധാനത്തോടെ ഐക്യമരണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. ഞങ്ങളുടെ പ്രത്യാശ ആ നിത്യഭവനമാണ് കർത്താവ്. അതിനു വേണ്ടി നോക്കി കാത്തിരിക്കുവാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ തരുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ആ പ്രത്യാശയോടെ എല്ലാവരെയും കർത്താവ് പറഞ്ഞയക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനം കേട്ടതിനായി സ്തോത്രം. യേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശുദ്ധ പരിശുദ്ധാത്മാവിന്റെ സഹാസവും കൂട്ടായ്മയും കാവലും പ്രാർത്ഥിച്ച എല്ലാ വിഷയത്തിന്മേലും ഈ കൺവെൻഷന്റെ മേലും ഇന്നു മുതൽ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രി ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.